മാനസികമായി ഉയർന്നവർ ചിന്തയിലും പ്രവൃത്തിയിലും മറ്റുള്ളവർക്ക് മാതൃകയാവും. സമൂഹത്തിൽ നന്മ ചെയ്യുന്നു. വ്യക്തിയുടെ ആത്മീയമായ ഉയർച്ചയ്ക്കൊപ്പം ഭാരത സംസ്കാരത്തിന്റെ അന്തസ്സത്ത മനസ്സിലാക്കാനും ഇത്തരം വേദികൾ ഉപകരിക്കുന്നു. നമ്മുടെ സംസ്കാരത്തിന്റെ കാതലായ ഉപനിഷത്ത് തത്വങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്നത് വലിയ കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊരു പരിപാടി വിഭാവനം ചെയ്ത നിർമ്മലാനന്ദ സ്വാമികളുടെ ആദ്യമായി അതോടൊപ്പം തന്നെ ഇതിന്റെ സംഘാടകത്വം ഏറ്റെടുത്ത് ശ്രീ ആനന്ദതീർത്ഥ സ്വാമികൾക്കും ഞാൻ സ്വാഗതം പറയുന്നു. കൂടാതെ ഈ പരിപാടി ഒരു വിജയമാക്കി തീർക്കാൻ ശ്രമിക്കുന്ന ഓരോ സാധകർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവരുടെയും സഹകരണത്തിന് ക്ലാസുകൾ രാവിലെ 7 മുതൽ 9 വരെയും 10 മുതൽ 12 വരെയുമാണ്. അതിനുശേഷം ഉച്ചകഴിഞ്ഞ് 3 മുതൽ 5 വരെയും. ആരോഗ്യാർത്ഥികൾക്ക് വൈകുന്നേരം 5 മണിക്ക് ശേഷം മാത്രം പ്രവേശനം. ഹരി ആരോഗ്യാർത്ഥികൾക്ക് എൻ്റെ പേര് ആനന്ദ. ഓം ഭദ്രം കർണേ വിഷ്ണുയാമദേവാ ഭദ്രം പശ്യേമാചുര്യജത്രാ സ്ഥിരൈരംഗൈസ്തുവാനുസ്വസ്തനോഹി ക്ഷേമദേവഹിതം യദായുഃ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി ന പൂഷാ വിശ്വവേദാः സ്വസ്തി ന സാക്ഷ്യോ രിക്തനേമിः സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഈശാവാസ്യോപനിഷത്തിൻ്റെ വ്യാഖ്യാനത്തിന് വേണ്ടിയിട്ട് സ്വാമിയെ ക്ഷണിച്ചിരിക്കുന്നു. ക്ലാസ് ആരംഭിക്കുകയാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണം ദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ കഴിയുന്നു. നിങ്ങൾ ഈ ലൈൻ ഇപ്പുറത്തേക്ക് പുരുഷന്മാരങ്ങനെ ഇരുന്നുകൊണ്ട് പുരുഷന്മാരും അപ്പുറത്തേക്ക് സ്ത്രീകളും ലൈനായിട്ടിരുന്നാൽ പിന്നെ വരുന്നവർ ബൈക്കിൽ ഇരുന്നോളും. അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ആ ഒരു ഋതം മാറിപ്പോവും. കയറി ഇരുന്നോളുക, സ്പേസ് പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക. കയറി ഇരുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് ഇരിക്കാൻ എളുപ്പമാണ്. ആ ഒരു വഴിയൊന്ന് വിട്ടായിരുന്നു. ആ വഴിയൊന്ന് വിട്ടിട്ടിരുന്നു. പ്രായമായൊരു ചരി ഇരിക്കേണ്ടവർ ചരി ഇരുന്നോ, അതിന് വിരോധമില്ല. കാരണം വെച്ചാൽ അതിൻ്റെ മുമ്പിലിരുന്നോളൂ. ഇടയ്ക്കൊരു വഴി അങ്ങ് വിട്ടാൽ തുടങ്ങാം. ഹരിയോ. ഈശാവാസ്യ ഉപനിഷത്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഒരു സാധനാപരമായ ക്ലാസ് എടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോട്ടീസിൽ അങ്ങനെയാണ് കണ്ടത്. സാധക സംഗമം എന്നാണ് കണ്ടത്. അപ്പോൾ ഉപനിഷത്ത് സാധന എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്നാണ്. ഭാരതീയ ചിന്ത വർണ്ണാശ്രമധർമ്മങ്ങളോട് ബന്ധപ്പെട്ടതാണ്. അനേക നൂറ്റാണ്ടുകൾ വിദേശ ഭരണം, മറ്റ് സാമൂഹ്യ പ്രവർത്തനം ഇവ കൊണ്ട് വർണ്ണാശ്രമ ധർമ്മങ്ങൾക്ക് ഊനം തട്ടിയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നാണ്. അത് വലിയൊരു പുരോഗതിയായാണ് നിങ്ങളിൽ പലരും, പ്രത്യേകിച്ച് കേരളത്തിലെ ആധ്യാത്മികവാദികൾ ഉൾപ്പെടെ കരുതിപ്പോരുന്നത്. വർണ്ണാശ്രമധർമ്മങ്ങളുടെ ശരിയായ നിലനിൽപ്പാണ് സാധന. സാധകനെ സംബന്ധിച്ചിടത്തോളം വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്കുള്ളിലല്ലാതെ സാധനയില്ല.
ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം മോക്ഷം ഉപായമായി ജീവിതം, കർമ്മം, ഉപാസന ഇവ കെട്ടിപ്പടുക്കുന്നതാണ് ബ്രാഹ്മണ്യം. അതിൻ്റെ കർമ്മപദ്ധതിയിൽ വളരെ കൃത്യനിഷ്ഠയോടുകൂടി പോകുന്നതാണ് ബ്രാഹ്മണ്യവും ബ്രഹ്മചര്യ ആശ്രമവും. ശരിയായി പറഞ്ഞാൽ അതിലേക്കായിരിക്കും അതിൻ്റെ ലക്ഷ്യം. ധർമ്മത്തെ ആസ്പദമാക്കി, ധർമ്മനീതികളെ ആസ്പദമാക്കി ജീവിക്കുന്നതാണ് ക്ഷാത്രം. അവിടെ മോക്ഷപ്രാധാന്യത്തെക്കാളേറെ ധർമ്മത്തെ ആധാരമാക്കി, പ്രജയെ ധരിക്കുന്ന ധർമ്മത്തെ ആധാരമാക്കി പോകുന്നതാണ്. പുരുഷാർത്ഥങ്ങളിൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് വർണ്ണവ്യവസ്ഥയിൽ ക്ഷാത്രം. അത് ഗാർഹസ്ഥ്യത്തിലാണ് നല്ലൊരു പങ്കും നിലനിൽക്കുന്നത്. തൻ്റെ കുട്ടികൾ, കുടുംബം, ജീവജാലങ്ങൾ, അവയുടെ പാരസ്പര്യം ഇവയൊക്കെ നിലനിർത്തി മര്യാദാമസൃണമായി ജീവിക്കുക. ഈ വ്യവസ്ഥയ്ക്കപ്പുറം മനുഷ്യനിൽ കിടക്കുന്ന കാമങ്ങളെ ധർമ്മത്തിനനുസൃതമായി, ധനത്തെ ധർമ്മത്തിനനുസൃതമായി, അതുകൊണ്ട് ക്ഷാത്രത്തിന് കീഴിൽ വേണം ഇതര വർണ്ണങ്ങൾ നിലനിൽക്കാൻ. അതുകൊണ്ട് ക്ഷാത്രം സർവോപരിയാണ് എന്ന് ബൃഹദാരണ്യകം 1:4-11. ആ ഉപനിഷത്ത് ചിന്തയുടെ വെളിച്ചത്തിൽ കൃത്യമായ വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്കുള്ളിലാണ് സാധനകൾ കയറിപ്പോകേണ്ടത്. അതിൽ ധനത്തെ ആസ്പദമാക്കി, അർത്ഥത്തെ ആസ്പദമാക്കി രൂപാന്തരപ്പെട്ടിട്ടുള്ളതാണ് വൈശ്യം. കാമത്തെ ആസ്പദമാക്കിയാണ് ശൂദ്രം. അതുകൊണ്ട് അതിൽ ദുഃഖം എന്നും ഉണ്ടായിരിക്കും. ആ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടുന്നത് ആദ്യം കാമ്യകർമ്മങ്ങളെ വിധിയാംവണ്ണം ചെയ്തിട്ടാണ്. കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ ഭാരതീയ ദർശനങ്ങളോ ശാസ്ത്രങ്ങളോ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. കാമ്യകർമ്മങ്ങളെ വിധിയാംവണ്ണം ചെയ്യുന്നതിനാണ് വേദസംഹിതകൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്ന ഉപനിഷത്ത് സംഹിതാഭാഗത്ത് വരുന്ന ഒരു ഉപനിഷത്ത് തന്നെയാണ്. അതുകൊണ്ടിതിൽ പരസ്പര വൈരുദ്ധ്യമുള്ള 2 പദങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടേണ്ടി വരും. മാഗൃഥ, ജിജീവിഷെ. ഇച്ഛിക്കുവാനും ഇച്ഛിക്കരുതെന്നുമുള്ള 2 സന്ദേശങ്ങളോടുകൂടിയതാണ് ഈ ഉപനിഷത്ത്. മാഗൃഥ എന്നാൽ ഇച്ഛിക്കരുതെന്നാണ്. അടുത്ത ശ്ലോകത്തിൽ തന്നെ ആചാര്യൻ ശ്രുതിയെ ദർശിച്ച ഉപനിഷദ് ഋഷി ഇച്ഛിക്കാൻ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് സാധനാരൂപത്തിൽ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പഠിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാവുന്ന ഒരു ഉപനിഷത്താണ് ഈശാവാസ്യം. അപ്പം അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഭാരതം രൂപപ്പെട്ടു വന്ന വിഹിത കർമ്മങ്ങൾ, കാമ്യകർമ്മങ്ങൾ, അതിനാണ് സംഹിത പറഞ്ഞിട്ടുള്ളത്. കാമ്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴും കാമ്യകർമ്മങ്ങളെ അതിൻ്റെ ഫലങ്ങളോട് താരതമ്യപ്പെടുത്തുമ്പോഴും മാത്രമാണ് വാസനകൾ ക്ഷയിക്കാൻ തുടങ്ങുന്നത്. രണ്ടാമത് പറഞ്ഞ ഭാഗം അറിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും, ആദ്യം പറഞ്ഞ ഭാഗം കർമ്മങ്ങൾ തീരുന്നത് കൊണ്ടും. അകാമ്യകർമ്മങ്ങളിൽ ആര് നിലകൊള്ളുമ്പോഴും ദുഃഖം അതിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ദുഃഖിക്കുന്നവൻ തന്നെയാണ് ശൂദ്രൻ.
കാമം ധനത്തിനാണ്. ഋഷി 2 കാമങ്ങളെയാണ് മുഖ്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. 3 കാമങ്ങൾ. ഒന്ന് ദാരേഷണ, വിത്തേഷണ, ലോകേഷണ. ഏഷണാത്രയങ്ങൾ എന്നാണ് അതിന് പറയുന്നത്. വിഹിതമായി സംഹിതപരമായി ചിന്തിക്കുമ്പോൾ വിത്തം മേ സ്യാദ്, വിത്തം എനിക്ക് വേണം, വേണ്ടെന്നല്ല ഇവിടെ പറയുന്നത്. അഥാ കർമ്മ കുർവീയ, വിത്തത്തിന് ഒരു പ്രയോജനമേ ഉള്ളൂ, അത് കർമ്മം ചെയ്യാനാണ്. എന്നിൽ ഉൽപ്പന്നമായ അജ്ഞാനമുണ്ടാക്കിയ കർമ്മങ്ങളെ വൈദിക വിധി അനുസരിച്ച് ചെയ്ത് മോചനം നേടുന്നതിന് മാത്രമാണ് വിത്തം. അതിനപ്പുറം വിത്തത്തിൽ വരുന്ന എല്ലാ ആഗ്രഹവും നിത്യദുഃഖമാണ്. വിത്തം സമ്പാദിച്ചു വെച്ചാൽ ദുഃഖമാണ്. വിത്തത്തെ ആലോചിച്ചാൽ ദുഃഖമാണ്. എല്ലാ ഹിംസകളും വിത്തത്തെ പ്രതി ഉണ്ടായിട്ടുള്ള പഠനങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ടാണ് പാശ്ചാത്യ ലോകം വിത്തത്തെ ആസ്പദമാക്കി രൂപാന്തരപ്പെടുകയും വളരുകയും ചെയ്തതുകൊണ്ടാണ് ഇത്രയേറെ കലാപങ്ങൾ അവിടെ ഉണ്ടായത്. അത് ഇന്ത്യയിലേക്ക് വേര് പിടിക്കാൻ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. വിത്തം കർമ്മത്തിന് മാത്രമേ ഉപയുക്തമാവൂ. പക്ഷേ ഇന്ത്യക്കാർ വിത്തം സമ്പാദിച്ചാൽ ഒരിക്കൽ പോലും കർമ്മമുണ്ടാവില്ല. അതിന് കാരണം വിത്തത്തെ ആസ്പദമാക്കിയല്ല നമ്മുടെ സംസ്കാരം രൂപപ്പെട്ടു വന്നത്, വാസനകൾ രൂപപ്പെട്ടു വന്നത്. അതുകൊണ്ട് വിത്തം മേ സ്യാദഥ കർമ്മ കുർവീയ. ഭാര്യ വേണം, ജായാ മേ സ്യാദ്, എനിക്ക് ജായയെ വേണം, ജനിപ്പിക്കുന്നവളെ വേണം, എനിക്ക് പലതാകണം. പ്രജാം പ്രജായേത, പ്രജായേയ, എനിക്ക് പ്രജയെ സൃഷ്ടിക്കുന്നതിനാണ് ജായ വേണ്ടത്. അത് കാമമായി മാറുന്നത് പ്രജാസൃഷ്ടിക്ക് പകരം ബയോളജിക്കൽ നെസസിറ്റിയായി മാറുമ്പോഴാണ്. അതൊരു ശാരീരിക ആവശ്യമാണെന്ന് പഠിക്കുകയും ചെയ്യുമ്പോൾ ആ കാമം വികലമാവുകയാണ്, വൈദികമല്ലാതാവുകയാണ്. വൈദിക വിധിപ്രകാരം വിത്തം മേ സ്യാദഥ കർമ്മ കുർവീയ, ജായാ മേ സ്യാദഥ പ്രജാം പ്രജായേയ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് രണ്ടും വളർന്നത്. അതിനോടൊപ്പം നിൽക്കുന്ന ഒന്നാണ് ലോകേഷണ, യശസ്. ഇതിനെ മൂന്നിനെയും ആസ്പദമാക്കി വൈദികർ വിധിയാംവണ്ണമുള്ള കർമ്മങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് മാറുമ്പോഴാണ്, ശൂദ്രവൈശ്യ ഭാവങ്ങളിൽ നിന്ന് ഉയരുമ്പോഴാണ് ധർമ്മമോക്ഷങ്ങൾക്ക് പ്രാധാന്യമുണ്ടാകും. ധർമ്മത്തിലാണ് ഈ ലോകത്തെ എന്നിലേക്ക് സംഗ്രഹിച്ചെടുക്കുന്നത്. ആ വഴിയിലാണ് ഉപനിഷത്തുകൾ ധർമ്മമോക്ഷങ്ങളുടെ തലങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ളത്. അത് ഉപനിഷത്തിൻ്റെ എക്കാലത്തെയും വിഖ്യാത വ്യാഖ്യാതാവായ ശങ്കരൻ ഉപനിഷത്ത് ശബ്ദങ്ങളെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് കാഠകാദികളുടെ സംബന്ധ ഭാഷ്യത്തിലാണ്. അതിലേറ്റവും നന്നായി വ്യാഖ്യാനിച്ചിട്ടുള്ളത് കാഠക ഉപനിഷത്തിൻ്റെ സംബന്ധ ഭാഷ്യത്തിലാണ്. അദ്ദേഹം ജഗദ്ഗുരു ശങ്കരാചാര്യർ ഉപനിഷത്ത് ശബ്ദത്തിൻ്റെ വ്യുൽപ്പത്തിയും അർത്ഥവും വിശദമാക്കുന്നത് അവിടെയാണ്. മറ്റുപനിഷത്തുകളിൽ പലതിൻ്റെയും ഭാഷ്യത്തിൽ അർത്ഥം സൂചിപ്പിക്കാതിരിക്കുന്നുമില്ല. സത്സുദ്വിഷ ദ്രുഹ ദുഹ യുജ വിഭിദ ഛിദ ജിതി അജാം ഉപസർഗേപി ക്വിപ്പെന്ന പാണിനീയ സൂത്രമാണ് ആ ചേർച്ചയിൽ, ഉപ നീ സദ് എന്നുള്ളതിൻ്റെ ചേർച്ചയിൽ പാണിനി 3:2:61 സദ് തുടങ്ങിയ ചില ധാതുക്കളോട് ഉപപദമോ ഉപസർഗമോ ചേർന്നാൽ ക്വിപ്പ് എന്ന ശൂന്യപ്രത്യയമുണ്ടാവും. അത് ശൂന്യപ്രത്യയമാണ്. അപ്പോൾ ഉപനിഷത്ത് ശബ്ദം സംജാതമാകും.
സകാരം ഷകാരമാകുന്നത് സദ്ധാതുവിന് മുമ്പ് ഇകാരാദി സ്വരങ്ങളിൽ അവസാനിക്കുന്ന നീ, പരി മുതലായ ഉപസർഗങ്ങൾ വരുമ്പോഴാണ്. അപ്പോൾ സകാരത്തിന് ഷകാര ആദേശമുണ്ടാവും. പ്രതി എന്ന ഉപസർഗം അതിന് അപവാദമാണെന്ന് 8-ാം അധ്യായം 3:66 പാണിനി പറയുന്നുമുണ്ട്. അപ്പോൾ സദ്ധാതുവിന് ഗതിയെന്നും അവസാദനമെന്നും വിശരണമെന്നും 3 അർത്ഥങ്ങളുണ്ട്. ഗതി എന്നർത്ഥമെടുത്താൽ പ്രാപിക്കുക, ഗതി പ്രാപിക്കുക. ഏതു വിദ്യയെ അനുശീലിച്ചാൽ, ഒരിക്കലും മാറ്റം വരാത്ത വ്യാകരണ നിയമത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആചാര്യൻ ഇതിനർത്ഥം കൽപ്പിച്ചിട്ടുള്ളത്. പാശ്ചാത്യർ കൽപ്പിച്ച അർത്ഥം ആചാര്യൻ അറിയില്ലെന്ന് കൂടി ചില പണ്ഡിതന്മാർ തട്ടിമൂളിക്കുന്നുണ്ട്. കാരണം സമീപത്ത്, നീ താഴെ, സദ്ധാതുവിന് ഇരിക്കുക എന്നൊരർത്ഥമുള്ളത് കൊണ്ട് സമീപത്ത് താഴെ ഇരിക്കുന്ന ശിഷ്യനോട് ഗുരു നിശബ്ദതയേക്കാൾ കൂടിയ ശബ്ദത്തിൽ ഉപന്യസിക്കുന്നത് ഉപനിഷത്ത് എന്നൊരർത്ഥമാണ് പോൾ ഡോസനും കൂട്ടരുമെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇത് ശങ്കരൻ അറിയില്ലായിരുന്നു എന്നുകൂടി പറയുമ്പോഴാണ് ഇന്ത്യൻ പണ്ഡിതന്മാർക്ക് വലിപ്പമുണ്ടാകുന്നത്. അത് ശങ്കരൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ദക്ഷിണാമൂർത്തി സ്തോത്രം എടുത്ത് പഠിച്ചാൽ യുവാവായ ഗുരു, വൃദ്ധരായ ശിഷ്യന്മാർ ലൗകിക വ്യവഹാരങ്ങളിൽ പെടുമ്പോൾ മാത്രമാണ് മനസ്സിന് വാർദ്ധക്യമുണ്ടാകുന്നത്. വാർദ്ധക്യം വന്ന ശിഷ്യന്മാർ, യുവാവായ ഗുരു, ഗുരുവിൻ്റെ മൗനം വ്യാഖ്യാനം, ശിഷ്യന്മാർ സംശയമില്ലാത്തവർ. ഈ നില ശങ്കരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ശങ്കരൻ ഇതറിയില്ലായിരുന്നു എന്ന് ചിലരെങ്കിലും പറയാറുണ്ട്. അതിതറിയാത്തത് കൊണ്ട് തന്നെയാണ്, അവർക്കറിയാത്തത് കൊണ്ടാണ്. എന്നാൽ ശങ്കരൻ ഉപനിഷത്തിന് ഈ ശബ്ദം എന്തുകൊണ്ടാണ് പറയാത്തത്? കാരണം ഉപനിഷത്തെല്ലാം ഗുരുശിഷ്യ സംവാദ രൂപമല്ല. ബൃഹദാരണ്യകവും ഛാന്തോക്യവുമൊക്കെ ഉപനിഷത്ത് പരിഷത്തുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ശങ്കരൻ അത് പറയാത്തത്. ശങ്കരൻ അതിനർത്ഥം കൽപ്പിക്കുമ്പോൾ ഗതി പ്രാപിക്കുക. ഏതു വിദ്യയെ അനുശീലിച്ചാൽ ബ്രഹ്മത്തെ പ്രാപിക്കുന്നതിന് കഴിയുമോ, ബ്രഹ്മപ്രാപ്തി ഉണ്ടാകുമോ, അത് ഉപനിഷത്താണ്. അതാണ് ഒരർത്ഥം. അവിടെ ശങ്കരൻ ഈ വിദ്യ അറിയുന്നവൻ എല്ലാം അറിയുന്നവനും എല്ലാം തന്നെയും ആയിത്തീരും. രണ്ടാമത്തെ അർത്ഥം അവസാദനം, അവസാനിക്കുക. ഏത് വിദ്യയെ അറിയുന്നതോടെ ജീവിതത്തിലെ നാനാതരം ക്ലേശങ്ങൾ, ആദി ഭൗതികങ്ങളും ആധ്യാത്മികങ്ങളും ആദിദൈവികങ്ങളുമായ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കുമോ, അത് ഉപനിഷത്ത്. മൂന്നാമത്തത് വിശരണം, നശിക്കുക, പൊടിയാക്കുക. ഏത് വിദ്യയുടെ പഠനത്തോടെ അവിദ്യ ഇല്ലാതാകുന്നു, അത് ഉപനിഷത്ത്. അതിനെ വേർതിരിച്ചറിയുന്നതോടെ അവൻ മൃത്യുമുഖത്തു നിന്ന് മുക്തനാകുന്നു. ഏത് വിദ്യയിൽ ശ്രേയസ് ഉപനിഷണ്ണമായിരിക്കുന്നുവോ അതാണ് ഉപനിഷത്ത്. പിന്നെ തൈത്തരീയ സംബന്ധ ഭാഷ്യത്തിൽ ഈ അർത്ഥമെല്ലാം വരുമാറ് ആചാര്യൻ പറയുന്നുണ്ട്. ഉപനിഷണ്ണം വ അസ്യാം പരം ശ്രേയ ഇതി. ഇനി ഉപനിഷത്തിനെക്കുറിച്ച് വ്യാഖ്യാനങ്ങളായി ഉപനിഷത്ത് ശബ്ദത്തിന് അനേകം അർത്ഥങ്ങൾ പല സ്ഥലങ്ങളിലായി ഉള്ളവയുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ചിലത്: ഉപനീയതം ആത്മാനം ബ്രഹ്മാവാസ്തദ്വയം യതഃ നിഹത്യ വിദ്യം തജ്ജം ച തസ്മാത് ഉപനിഷത് ഭവേത്. അവിദ്യയെയും അതിൽ നിന്നുണ്ടായതിനെയും നശിപ്പിച്ച് ഉപനീയതമാത്മാനം ബ്രഹ്മാവാസ്തദ്വയം യതഃ നിഹത്യ വിദ്യം തജ്ജം ച
നിഹത്യ അവിദ്യം തജ്ജം ച, അവിദ്യയെയും അതിൽ നിന്നുണ്ടായതിനെയും ഈ ലോകത്തെയും നശിപ്പിച്ച് ആത്മാവിനെ ദ്വൈതത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ബ്രഹ്മത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതുകൊണ്ട് ഇത് ഉപനിഷത്തായിത്തീരുന്നു. ഇത് ഒരർത്ഥം. നിഹത്യ അനർത്ഥമൂലം സ്വ അവിദ്യം പ്രത്യക്തയാപരം നയത്യവാസ്ത സംഭേദം അതോ ഓ ഉപനിഷത് ഭവേത്. എല്ലാ അനർത്ഥങ്ങൾക്കും കാരണം അവിദ്യയാണ്. തന്നിൽ തന്നെയുള്ള ആ അവിദ്യയെ ഇല്ലാതാക്കി എല്ലാ ഭേദകൽപ്പനകളിൽ നിന്നും വിടർത്തിയെടുത്ത് പരമമായ സത്യത്തിലേക്ക് നയിക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് ഇത് ഉപനിഷത്തായിത്തീരുന്നു. പ്രവൃത്തി ഹേതുർനിശേഷ സ്തന്മൂലോ ഛേദകത്വതഃ യതോ അവസാദയത് വിദ്യ തസ്മാത് ഉപനിഷത് ഭവേത്. എല്ലാ പ്രവൃത്തികളുടെയും കാരണമായിരിക്കുന്ന അതിൻ്റെ വേരിനെ നിശേഷം പിഴുതെടുത്ത് നശിപ്പിച്ച് കളയുന്നതായതുകൊണ്ട് ആ വിദ്യ ഉപനിഷത്തായിരിക്കുന്നു. ഉപനിഷത്തിനെക്കുറിച്ച് ഇങ്ങനെ അനേകം കൽപ്പനകളുണ്ട്. അതിലെ ചിലത് വളരെ പ്രധാനപ്പെട്ടത് മാത്രം. കാരണം ശാന്തിമന്ത്രം എങ്കിലും നമുക്ക് ഈ 3 ക്ലാസ് കൊണ്ട് എടുത്തു തീരണം എന്നുള്ളത് കൊണ്ട്. അത് തന്നെ തീരുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ സാധക സംഗമമായതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽഡായിട്ട് പോകേണ്ടി വരുന്നത്. അതല്ല, ഉപനിഷത്തിനെ ഒന്ന് ഉപരിപ്ലവമായി അറിഞ്ഞാൽ മതി. അതിനായിരിക്കും കൂടുതൽ ആളുകളും പ്രാധാന്യം കൽപ്പിക്കുന്നത്. പുസ്തകം ഒന്ന് പഠിച്ചു എന്ന് വരുത്തുക, 4 പേരോടൊന്ന് പറയുക, അത് മതിയെന്നുണ്ടെങ്കിൽ ഞാൻ ആ രീതിയിൽ സ്പീഡിലെടുത്ത് തീർക്കാം. അതല്ല, നിങ്ങൾക്കിതിൻ്റെ പാരമ്പര്യ രീതിയിൽ, പഴയ രീതിയിൽ ഇങ്ങനൊരു പഠനം ഉണ്ടെന്നൊന്ന് മനസ്സിലാകണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പോകാം. സംശയമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഇച്ഛിക്കുന്നതെന്ന് പറഞ്ഞാൽ, പഠിക്കുന്നത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കണോ, അതല്ല ഒന്നോടിച്ച് ഉപനിഷത്താണ്, അതൊന്ന് മനസ്സിലായി പോകണോ? ഈ മുമ്പിലിരിക്കുന്നവർ വല്ലതും പറയുന്നത് കേട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മൊത്തം അഭിപ്രായമാണ് ചോദിക്കുന്നത്. ഡീറ്റെയിൽഡായിട്ട് പോകണോ, അതല്ല ഉപനിഷത്തെന്ന് പറഞ്ഞ് ഉപനിഷത്തുമായി ബന്ധമില്ലാത്ത, ശ്രുതിയോ സ്മൃതിയോ അല്ലാത്ത, പറ്റിയാൽ നിങ്ങളെ രസിപ്പിക്കാൻ പറ്റിയ മുല്ല നസറുദ്ദീനും ഒക്കെ ആയിട്ട് ഈ ക്ലാസ് തീർക്കണോ? അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും. 3 ദിവസം ഭക്ഷണവും കഴിച്ചിരിക്കുന്നതിനൊരു രസം ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങും. ഏതാ വേണ്ടേ? ഞാൻ രസിപ്പിച്ച് ക്ലാസ് എടുക്കണോ, ഡീറ്റെയിൽഡായിട്ട് പോയാൽ മതി? അങ്ങനെയാണെങ്കിൽ തീരില്ല കേട്ടോ, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞേക്കാം. എങ്കിലും ശ്രമിക്കാം. ധർമ്മേ രഹസ്യ ഇതി ഉപനിഷത്ത്. ക്ഷേമേന്ദ്രൻ്റെ പദമാണത്. കേനത്തിൻ്റെ പദഭാഷ്യത്തിൽ ശങ്കരൻ ക്ഷേമേന്ദ്രൻ പറഞ്ഞിട്ടുള്ള ഈ അർത്ഥമാണ് കൊടുക്കുന്നത്. രഹസ്യം, സത്യസ്യ സത്യം, അതാണ് ഉപനിഷത്ത്. ഇനി വേദ അന്തമാണ് ഉപനിഷത്ത്. വേദങ്ങളുടെ അവസാന ഭാഗമാണെന്നും അറിവിൻ്റെ അവസാനമാണെന്നും. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ആമുഖം വർണ്ണാശ്രമധർമ്മങ്ങളെപ്പറ്റി പറഞ്ഞത്. സംഹിത വ്യാഖ്യേയവും ബ്രാഹ്മണം വ്യാഖ്യാനവുമാണ്. പാശ്ചാത്യരുടെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആധുനിക ഇന്ത്യൻ പണ്ഡിതന്മാരുടെ അഭിപ്രായഗതിയിൽ നിന്ന് അല്പം മാറിയാണ് ഞാനിത് പറഞ്ഞത്. ആധുനികരായ ആളുകളോട് പോയി ചോദിച്ചാൽ സംഹിതയുടെ നിഷേധമാണ് ഉപനിഷത്ത്. അങ്ങനെയാണ് നിങ്ങൾ ഇന്ന് പ്രിൻ്റ് ചെയ്യുന്ന എല്ലാ പുസ്തകങ്ങളിലും കാണുന്നത്. അതുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ദേഷ്യമുണ്ടാവുകയും സ്വാഭാവികമാണ്. കാരണം സംഹിത എന്ന് പറയുന്നത് തെറ്റാണെന്നും സംഹിതയിൽ പറഞ്ഞിരിക്കുന്നത് കർമ്മമാണെന്നും കർമ്മങ്ങൾക്കെതിരായാണ് നിൽക്കേണ്ടതെന്നും വാദിക്കുന്നത് പോലും കർമ്മം ചെയ്തുകൊണ്ടാണ്.
മനസ്സിലായോ എന്നറിയില്ല. വേദവിഹിതമായി കർമ്മം ചെയ്യണം, അതുകൊണ്ട് അന്ധക്കരണ ശുദ്ധി ഉണ്ടാകണം എന്ന് പറയുന്നതിനേക്കാൾ ഇൻ്റലക്ച്വൽ എക്സസൈസ് എന്ന നിലയിൽ അധപ്പതിച്ചു പോയ ഇന്ത്യൻ വേദാന്തം ഇന്ന് മടി പിടിച്ചവർക്ക് ഒരാശ്രയ സങ്കേതമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കില്ല. നിങ്ങൾക്കും മടി വരുമ്പോൾ ആശ്രയിക്കാനുള്ള ഒരു സാധനമായി മാറിയിട്ടുണ്ട്. വീട്ടിൽ പണിയൊന്നുമില്ലെങ്കിൽ അടുത്ത ആശ്രമത്തിലേക്ക് പോയി സ്വാമിയുടെ മേൽ കുതിര കയറി കളയാം, ഇന്ന് ഫ്രീ ആണ്. അപ്പോഴൊക്കെ സ്വാമി തയ്യാറായിരുന്നോണം നമ്മോടിങ്ങനെ കഥയൊക്കെ പറയാൻ. ഇങ്ങനെ ആശ്രമങ്ങളിലേക്ക് ചെല്ലുന്ന ഗൃഹസ്ഥന്മാരും സ്വാമിമാരും തമ്മിൽ കൂട്ടുകൂടിയിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഇന്ത്യയിൽ. അവർക്ക് പണിയുള്ളപ്പോഴൊന്നും ഇത് പഠിക്കാൻ പതിവായൊന്നും പറ്റില്ല. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാർ ഇന്ന് അലഞ്ഞു നടക്കുന്നുമുണ്ട്. ഇത് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഞാനീ പറഞ്ഞത്. ശരിയാണോ? ശരിയുണ്ടോ? സീരിയസ് ഒന്നുമല്ല, പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ടുമല്ല. അതിൽ നിന്ന് പഠിപ്പിക്കുന്ന ആചാര്യന്മാർക്ക് ഒരുപാട് പ്രതീക്ഷയൊക്കെ ഉണ്ടാവും. ഇവരെ കൊണ്ട് ഒരു വലിയ കാര്യമൊക്കെ നടക്കും, ലോകമൊക്കെ വളരെ നന്നാവും എന്നൊക്കെ വിചാരിച്ച് അവരാത്മാർത്ഥമായി ചെയ്യുകയും അവർക്ക് ചൂടുണ്ടാവുകയും ചെയ്യും. ഇത് ഇന്ത്യൻ സങ്കേതങ്ങളിൽ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ഇത് പണ്ടില്ല. ഇതിന് കാരണം പാശ്ചാത്യർ കൊണ്ടുവന്ന ബൗദ്ധിക വ്യാപാരം എന്ന തലത്തിൽ ഉപനിഷത്തുകളെ കാണാൻ തുടങ്ങിയത് കൊണ്ടുവന്ന ഒരു വൈകല്യമാണ്. അതുകൊണ്ടാണ് സംഹിത വ്യാഖ്യേയവും ബ്രാഹ്മണം അതിൻ്റെ വ്യാഖ്യാനവുമാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. അത് നല്ലപോലെ മനസ്സിൽ വയ്ക്കണം, അടി വരച്ചു വയ്ക്കണം. അതിൽ എല്ലാ വേദശാഖകൾക്കും ബ്രാഹ്മണങ്ങൾ ഈ വ്യാഖ്യാനങ്ങളായി ഉണ്ട്. ഋഗ്വേദത്തിന് ഐതരേയ ബ്രാഹ്മണം. അതിൻ്റെ ക്രമം പറയുകയാണെങ്കിൽ ഋഗ്വേദം 1 ഐതരേയ ബ്രാഹ്മണം, 2 കൗശീതകി ബ്രാഹ്മണം. ശാഖകൾ അശ്വലായന ശാഖ, ശാഖായന ശാഖ. രണ്ടുപേരുടെയും പേരിൽ അനേകം കൽപ്പസൂത്രങ്ങളുണ്ട്. 2 ശാഖയിലും കൽപ്പസൂത്രങ്ങളുണ്ട്. കൽപ്പസൂത്രങ്ങൾ, ധർമ്മസൂത്രങ്ങൾ, ശ്രൗതസൂത്രങ്ങൾ. ഇങ്ങനെ ക്രമമായാണ് ജീവിതം കെട്ടിപ്പടുത്തു പോകുന്നത്. അവയൊക്കെ പഠിച്ചവർ സാധന ചെയ്ത് അനുഭവിച്ചതാണ് വൈദിക സംസ്കൃതി. അതിലിന്ന് പ്രചാരം ഉപനിഷത്തുകൾക്ക് മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത. മറ്റത് നിങ്ങളിൽ പലരും ഈ പേരുകൾ തന്നെ കേട്ടിട്ടുണ്ടാവില്ല. Am I right? ഈ പേരുകൾ തന്നെ കേട്ടിട്ടുണ്ടാവില്ല. ഐതരേയ ബ്രാഹ്മണം കേട്ടിട്ടുണ്ടാകുന്നവർ കുറേ പേര് കാണും. കൗശീതകി ബ്രാഹ്മണം, അതിൽ അശ്വലായന ശാഖ, ശാഖായന ശാഖ, അതിൽ കൽപ്പസൂത്രങ്ങൾ. 2 പേരുടെ പേരിലും പ്രചരിച്ചു പോരുന്നുണ്ട്. യജുർവേദം, അത് ശുക്ല യജുർവേദം, കൃഷ്ണ യജുർവേദം. ബ്രാഹ്മണം ശതപഥ ബ്രാഹ്മണം, തൈത്തരീയ ബ്രാഹ്മണം. അതുപോലെ തന്നെ സാമവേദം, താണ്ഡ്യബ്രാഹ്മണം, അതിനെയാണ് മഹാബ്രാഹ്മണം എന്ന് പറയുന്നത്. പഞ്ചവിംശം, ഷഡ്വിംശം, സാമവിധി, ആർഷേയം, ദേവതാധ്യായം, ജൈമിനീയ ഉപനിഷത്ത്, സംഹിത ഉപനിഷത്ത്, വംശം എന്നിങ്ങനെ 8 ബ്രാഹ്മണങ്ങളോട് കൂടിയതാണ്. അഥർവവേദം, ഗോപഥ ബ്രാഹ്മണം. കിട്ടിയിട്ടുള്ളത് ഇത്രയാണ്. ഇപ്പം നിങ്ങൾ അന്വേഷിച്ചാലും ഇവയെല്ലാം വാങ്ങിക്കാൻ കിട്ടും. ബ്രാഹ്മണങ്ങളുടെ അവസാന ഭാഗമാണ് ആരണ്യകങ്ങൾ. ഈശാവാസ്യം ആരണ്യകത്തിൽ വരുന്ന ഒരു ഉപനിഷത്തല്ല. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വന്നത്. ആരണ്യകങ്ങളിലാണ്
വേദത്തിൻ്റെ അവസാന ഭാഗങ്ങളിലാണ് ഉപനിഷത്ത്, വേദാന്തമാണ് എന്ന് പറയുമ്പോൾ അതിനൊരു അപവാദമാണ് ഈശാവാസ്യം. ഈശാവാസ്യം സംഹിതാ ഉപനിഷത്താണ്. ഉപനിഷത്തുകളെ വേർതിരിച്ച് പഠിക്കുമ്പോൾ പ്രാചീന ഗദ്യ ഉപനിഷത്തുകൾ, ബൃഹദാരണ്യകം, ചാന്തോക്യം, തൈത്തരീയം, ഐതരേയം, ഇതൊക്കെ പ്രാചീന ഗദ്യ ഉപനിഷത്തുകളാണ്. പദ്യ ഉപനിഷത്തുകൾ കഠം, ഈശം, ശ്വേതാശ്വതരം എല്ലാം പദ്യ ഉപനിഷത്തുകളാണ്. പദ്യവും ഗദ്യവും പണ്ടേ ഉണ്ടായിരുന്നു എന്നോർക്കണം. അർവാചീന ഗദ്യ ഉപനിഷത്തുകൾ ആധുനികങ്ങളായ കുറേ കാലം കഴിഞ്ഞു വന്നിട്ടുള്ളവ. പ്രശ്നം, മൈത്രി, മാണ്ഡൂക്യമൊക്കെ ആ പട്ടികയിലാണ് പൊതുവെ പണ്ഡിതന്മാർ പെടുത്തുന്നത്. പക്ഷെ മാണ്ഡൂക്യമൊക്കെ വളരെ പഴയതാണെന്നൊരു അഭിപ്രായം വേറെ ഉണ്ട് താനും. എല്ലാ ഉപനിഷത്തുകളും ശാന്തി മന്ത്രങ്ങളോടെയാണ് ആരംഭിക്കുന്നത്. ഓം വാങ്മേ മനസ്സി പ്രതിഷ്ഠിതാഹ എന്ന് തുടങ്ങുന്ന ശാന്തി മന്ത്രമാണ് ഋഗ്വേദ ശാഖയിലുള്ള ഉപനിഷത്തുകൾക്ക് പൊതുവേ ഉള്ളത്. ശുക്ല യജുർവേദ ഉപനിഷത്തുകളിൽ ഓം സഹനാഭവതു എന്ന് തുടങ്ങുന്ന ശാന്തി മന്ത്രമാണ്. കൃഷ്ണ യജുർവേദീയമായ ഉപനിഷത്തുകളിൽ, കൃഷ്ണ യജുർവേദ ഉപനിഷത്താണ് നമുക്ക് പഠിക്കാനുള്ള ഈശാവാസ്യം. അവയ്ക്ക് ഓം പൂർണ്ണമിതം എന്ന് തുടങ്ങുന്ന ശാന്തി മന്ത്രമാണ്. സാമവേദാന്തർഗതമായ ഉപനിഷത്തുകളിൽ ഓം ആപ്യായന്തു മമംഗാനി വാക്പ്രാണചക്ഷുഹു എന്ന് തുടങ്ങുന്ന ശാന്തി മന്ത്രമാണ്. അഥർവവേദ ഉപനിഷത്തുകളിൽ നമ്മൾ രാവിലെ ചൊല്ലിയ ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ എന്ന് തുടങ്ങുന്ന ശാന്തി മന്ത്രമാണ്. ഇതൊക്കെ നിങ്ങളിൽ കുറേ പേര് പഠിച്ചിട്ടുണ്ടാവും. ഈ ആശ്രമത്തിൽ പതിവായി വരുന്നവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എങ്കിലും പുറത്തുനിന്നുള്ള ആളുകളൂടെ ഉള്ളത് കൊണ്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലെങ്കിൽ അറിയട്ടെ എന്ന് വിചാരിച്ചാണ് പറഞ്ഞത്. എന്താണ് ശാന്തി മന്ത്രം? വേദാധ്യയനത്തിൽ ശാന്തി മന്ത്രത്തിൻ്റെ വിധാനമുണ്ട്. ഉപനിഷത്തുകൾക്ക് 10 വ്യത്യസ്ത ശാന്തി മന്ത്രങ്ങളുണ്ട്. ആദിയിലും അന്ത്യത്തിലും ശാന്തി പാഠം ചെയ്യുകയും വേണം. ആദ്യവും ചെയ്യണം, അവസാനവും ചെയ്യണമെന്നാണ്. ഇപ്പോൾ അത് അവസാനം മാത്രമേ ചൊല്ലാറുള്ളൂ. പഴയ നിയമം അനുസരിച്ചാണെങ്കിൽ ആദിയിലും അന്ത്യത്തിലും ഓം ശാന്തി 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 എന്ന് ചൊല്ലണമെന്നാണ് അതിൻ്റെ നിയമം. ചില ഉപനിഷത്തുകൾക്ക് 1 ശാന്തി മന്ത്രവും ചിലതിന് 2 ശാന്തി മന്ത്രവും ചിലപ്പോൾ അധികവും ഉണ്ട്. സംഹിതയിൽ ഒരു മന്ത്രത്തിൽ തന്നെ 10 ശാന്തിയുണ്ട്. ദൗ ശാന്തിരന്തരീക്ഷകം ശാന്തി, പൃഥ്വീ ശാന്തിരാപശാന്തി, ഓഷധയ ശാന്തി, വനസ്പതയ ശാന്തി, വിശ്വേ ദേവാ ശാന്തി, ബ്രഹ്മാ ശാന്തി, സർവം ശാന്തി ശാന്തിരേവ ശാന്തി, സമാശാന്തിരേധി എന്ന് എല്ലാത്തിനെയും ശാന്തമായി കാണുക എന്നുള്ളതാണ് ഭാരതീയരുടെ പ്രത്യേകത. അങ്ങനെ കണ്ടാൽ പിന്നെ വലിയ കാര്യമായൊന്നും വിഷമിക്കാനില്ല. ദൗ അന്തരീക്ഷം, പൃഥ്വി, ആപ, ഔഷധി, വനസ്പതി, വിശ്വേ ദേവ, ബ്രഹ്മ, സർവ ശാന്തി എന്നിങ്ങനെ 10 എല്ലാം ശാന്തി രൂപമാവുക. ദിവസവും ഇതെല്ലാം ശാന്തിയായി കാണാൻ കഴിയുക. ആ രീതിയിലാണ് ഉപനിഷത്ത് ശാന്തി മന്ത്രങ്ങളെല്ലാം രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും ശാന്തരായിരിക്കുന്നതിനുള്ള പ്രാർത്ഥനയാണ്. മാധ്യമങ്ങൾ, ഭരണാധികാരികൾ, കുടുംബനാഥ, കുട്ടികൾ, ഇവരൊക്കെ ഇന്ന് ആധുനിക വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞത് മുതൽ അശാന്തി എങ്ങനെ ഉണ്ടാകാം എന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ വീട്, ആശ്രമങ്ങൾ ഇവയൊക്കെ എടുത്താൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് അശാന്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഒരശാന്തിയും ഇല്ലെങ്കിൽ എങ്ങനെ ചർച്ച ചെയ്ത് അശാന്തി ഉണ്ടാക്കാം?
ആം ഐ റൈറ്റ്? ശരിയാണോ? ഉപനിഷത്ത് പഠിക്കുമ്പോൾ ഇത് പ്രത്യേക ഓർക്കും. ഉപനിഷത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാന്തമായിരിക്കാനാണ്. ഇന്ദ്രിയങ്ങളും അന്തരീക്ഷവും കാണുന്ന വിഷയങ്ങളും എല്ലാം ശാന്തിയായിരിക്കാനാണ്. അപ്പോൾ ഉപനിഷത്തുകളുടെ അധ്യയനം ശ്രവണ മനന നിധിധ്യാസനാദി അംഗരൂപത്തിലും ഈ പാഠമാണ് തരുന്നത്. അതിൻ്റെ ശ്രവണം, മനനം, നിധിധ്യാസനം. അതിൻ്റെ പ്രശ്നം എന്തെന്നാൽ ലൗകിക രൂപത്തിൽ അംഗത്തെ മാനിച്ചാൽ ആയത് യജ്ഞങ്ങളിലാണ്. ഓരോ അവയവത്തെയും മാനിച്ച് അതാത് ദേവതകൾക്ക് അതിനെ യജിക്കുക എന്നുള്ള യജ്ഞസങ്കല്പമാണ് ഭാരതീയർ കൊണ്ടുപോകുന്നത്. ശാന്തിയാകുന്നത് അതാത് ദേവതകളിലാണ്. അന്തരീക്ഷം ശാന്തിയാവുക എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൻ്റെ ദേവതയിൽ അത് സമ്യക്കായി ചേർന്ന് നിൽക്കുക എന്നാണ്. അപ്പം അതുകൊണ്ട് പ്രധാന പൂർവത്തിൻ്റെ ഉൽപ്പത്തിയിൽ അംഗാപൂർവം കാരണമാകുന്നു. മുഖ്യമായി ദേവതയെ ഉദ്ദേശിച്ച് ആഹൂതിയെ, ഏതൊന്നിനെ ആഹൂതിയെ ചെയ്യുന്നുവോ അത് യജ്ഞമാണ്. ഇന്നതയാകാവുന്നില്ല. അതിന് മുമ്പും പിമ്പും കർമ്മം അംഗമാണ്. അപ്പോൾ ശ്രുതി, ലിംഗം, വാക്യം, പ്രകരണം, സ്ഥാനം, സമാഖ്യ എന്നിങ്ങനെ 6 പ്രമാണങ്ങളാൽ അംഗം നിശ്ചയം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അംഗനിശ്ചയം ഉണ്ടാകുന്നത്. ശ്രുതി എന്താണ് വേദം പറഞ്ഞത്, വേദം പറഞ്ഞത് മാത്രമേ മാനിക്കൂ എന്ന് നിർബന്ധമുള്ള വൈദികരുടേതാണ് ഈ സംഭാവനകളൊക്കെ. അപ്പോൾ ശ്രുതി അതിന് എന്താണ് അതിൻ്റെ മാതൃക? ലിംഗം. ലാംഗ്വേജ് എന്ന് ഇംഗ്ലീഷിൽ നിങ്ങൾ പറയുന്നതിൻ്റെ സത്തയാണ് ഇവിടെ ലിംഗം എന്ന് പറയുന്നത്. ഭാഷയ്ക്ക് അത് കേൾക്കുമ്പോൾ ശബ്ദരൂപത്തിൽ നിന്ന് തന്നെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു ഭാവപ്രത്യയമുണ്ട്. അതാണ് അർത്ഥം. ദേശം കൊണ്ടും കാലം കൊണ്ടും സംസ്കാരം കൊണ്ടും അത് മാറുമ്പോൾ അധപ്പതനമാണ് ഉണ്ടാകുന്നത്. ശബ്ദത്തിന് അതിൻ്റെ തനതായ അർത്ഥം. ഇന്ന് തനതായ അർത്ഥം പല ശബ്ദത്തിനുമില്ല. ഉദാഹരണത്തിന് നിങ്ങൾ പ്രഹരം എന്നുപയോഗിച്ചാൽ അടി എന്നാണ് ഇന്ന് നിങ്ങൾ അർത്ഥാക്കുന്നത്. മനസ്സിലായി? അത് യാമം എന്നാണ് അതിൻ്റെ ലിംഗം. പത്രങ്ങളൊക്കെ എടുത്ത് ഉപയോഗിച്ച് ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയം ജനിപ്പിക്കുന്നതെന്നാണ് അർത്ഥം. മനസ്സിലായില്ല? ഭയമുണ്ടാക്കുന്നത്. ഭയങ്കര സൗന്ദര്യം എന്ന് പറഞ്ഞാൽ താടകയുടെ സൗന്ദര്യമാണ്. മനസ്സിലായില്ല? കാരണം പേടിപ്പിക്കുന്ന സൗന്ദര്യമാണ്, അല്ലാതെ ആസ്വദിപ്പിക്കുന്ന സൗന്ദര്യമല്ല. സൗന്ദര്യ ശബ്ദം ആസ്വദിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിലും ഭയങ്കരം എന്ന ശബ്ദം ഭയപ്പെടുത്തുന്നതെന്ന അർത്ഥത്തിലും ഉപയോഗിക്കുമ്പോൾ ഭാഷയൊക്കെ വികലമാണ്. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു തരേണ്ടി വരുന്നത് നിങ്ങൾ ആ സംസ്കൃതിയിൽ നിന്ന് അകന്നുപോയി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത് ആസ്വദിക്കാൻ ഒരുപാട് വിഷമമുണ്ടാവും. അപ്പോൾ അത് വാക്യം, വൈദിക വാക്യങ്ങൾ, അതിൻ്റെ പ്രകരണം, അതേത് സ്ഥാനത്താണ്, അത് എങ്ങനെയാണ് ആഖ്യാനിച്ചിരിക്കുന്നത്, സമാഖ്യ എന്നിങ്ങനെ 6 പ്രമാണങ്ങളാൽ അംഗനിശ്ചയം ഉളവാകുന്നു. എന്നാൽ ഇവിടെ എന്ത് തരം യജ്ഞമാണ്? അംഗം എങ്ങനെ? പ്രമാണമെന്ത്? പ്രകൃതത്തിൽ 2 തരം യജ്ഞം ഒരുമിച്ചാണ്. സ്വാധ്യായ യജ്ഞവും ജ്ഞാനയജ്ഞവും. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയേണ്ടി വന്നത് നിങ്ങൾ സാധക ശബ്ദം
ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഒരു സാധകൻ യജ്ഞത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ യജ്ഞത്തിൽ സ്വാധ്യായ യജ്ഞം നടക്കുന്നുണ്ട്. പഠിക്കുക, മനസ്സിലായി? പഠിക്കുന്നതോടൊപ്പം പഠിപ്പിക്കുക. പഠിക്കുന്നത് ഒരു കൂട്ടരും, പഠിപ്പിക്കുന്നത് വേറൊരാളും. അങ്ങനെയല്ല, അങ്ങനെ ധരിക്കരുത്. രണ്ടജ്ഞവും ഒരുമിച്ചാണ് നടക്കുന്നത്. നിങ്ങളിത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്നവനും ഒരേ സമയത്താകണം. ഇല്ലെങ്കിൽ എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ എന്നോടുള്ള പ്രിയമേ ഉണ്ടാവും. ശബ്ദത്തോട്, അർത്ഥത്തോട് പ്രിയമുണ്ടാവില്ല. ഇതെത്രത്തോളം കേട്ടിട്ട് നിങ്ങളുടേതായി മാറുന്നു, നിങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു, അപ്പോൾ മാത്രമേ മാറ്റം ഉണ്ടാവൂ. അല്ലാതെ മാറ്റം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ബാക്കി പഠിക്കുന്നവരോട് മത്സരവും ശത്രുതയും ഉണ്ടാവുകയും ചെയ്യും. മറ്റു പഠിപ്പിക്കുന്നവരോടും ശത്രുതയുണ്ടാവും. അങ്ങനെയാണ് ഇന്ത്യ ഇന്ന് സമറ്റിക് രീതിയിൽ, ആവിഷ്കൃത രീതിയിൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിപ്പിക്കുന്ന ആളിൻ്റെ രൂപം, അതിലൊക്കെ താല്പര്യം വന്നു പോകും. ഒടുവിൽ അയാളെ കാണാനുള്ള ആഗ്രഹം വന്നു പോകും. അയാൾ പറയുന്നതെല്ലാം എന്ത് വിഡ്ഢിത്തവും ശരിയാണെന്ന് വന്നു പോകും. ഇതൊക്കെ മനസ്സിലാവുമോ എന്നറിയില്ല. അല്ലാതാകണം എങ്കിൽ സ്വാധ്യായ യജ്ഞവും ജ്ഞാനയജ്ഞവും രണ്ടും. സ്വാധ്യായ യജ്ഞ ന യജ്ഞാശ്ച യതയഃ സംശിതവ്രതാഃ എന്നിങ്ങനെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. യതി എന്നാൽ സംയമി, സന്യാസി, മഹാത്മാ. യതിയുടെ വിശേഷണമാണ് സംശിതവ്രതാഃ. ഏതൊരജ്ഞത്തിനും വ്രതമുണ്ട്. വ്രതനിശ്ചയത്തോണ്ടിരിക്കണം. എല്ലാ യജ്ഞങ്ങളിലും പ്രായശ്ചിത്തവുമുണ്ട്. പ്രഥമ ദിവസം, ഇത് നിങ്ങൾ സാധനാ രീതിയിലാണ് പോകുന്നതെങ്കിൽ വരുന്നതിന് മുമ്പ്, നേരത്തെ ഞാൻ അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ നിങ്ങളെ അറിയിക്കുമായിരുന്നു, വരുന്ന ആളുകളെ. അല്ലെങ്കിൽ നിങ്ങളത് അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. ഏതെങ്കിലും തരത്തിൽ വരുന്ന ദിവസം, വരുന്നതിൻ്റെ മുമ്പ് ഉപവാസം അനിവാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, അതുവരെ പരമ്പരയാ കഴിച്ചു പോകുന്ന ആഹാരങ്ങളുടെ മാലിന്യമെല്ലാം സത്സങ്കല്പം കൊണ്ട് കളഞ്ഞില്ലെങ്കിൽ അവയെല്ലാം പചിച്ച് രൂപാന്തരപ്പെട്ട ഒരു മനസ്സിലേക്കാണ് ഇത് കടന്നു ചെല്ലുന്നത്. നിങ്ങളിത് പഠിച്ചിട്ട് ചെന്ന് ഇതിലേത് ഭാഗം ഉപയോഗിച്ചാൽ പിള്ളേരെ വീട്ടിൽ ഒതുക്കി നിർത്താം, ഇത് പഠിച്ചാൽ എത്രത്തോളം എതിരാളിയെ ഇതുപയോഗിച്ച് പ്രമാണമായി അടിക്കാം, ഇത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ എങ്ങനെ എനിക്ക് വളരാം, ഇതൊക്കെ ആ നേരത്തെ കഴിച്ച ആഹാരത്തിൻ്റെയും നേരത്തെ കേട്ട ശബ്ദത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ രൂപാന്തരപ്പെടുന്നതാണ്. മനസ്സിലായി? അത് വരാതിരിക്കാനാണ് ഒരു ദിവസത്തെ ഉപവാസമൊക്കെ സ്വാധ്യായത്തിനിറങ്ങുമ്പോൾ ആചാര്യന്മാർ നിർബന്ധമായി പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പഠിക്കണം എന്നാണ് നിയമം. അപ്പോൾ പ്രഥമ ദിവസം ഉപവാസമെടുക്കുക. നാന്ദീമുഖം, ശ്രാദ്ധം തുടങ്ങിയ പ്രായശ്ചിത്തങ്ങൾ ചെയ്യുക. കാരണം പൂർവന്മാരുടെ ബോധമെല്ലാം നമ്മളിലിരിപ്പുണ്ട്. അവയിലെ കളങ്കങ്ങൾ നമ്മളിലിരിപ്പുണ്ട്. അതൊക്കെ ശ്രാദ്ധാദി യജ്ഞങ്ങൾ കൊണ്ടാണ് ഇല്ലാതാകുന്നത്. അത് ചെയ്യുക. അപ്പോൾ സ്വാധ്യായ ജ്ഞാനാദികൾക്ക് ജീവൻ മുഴുവൻ വ്രതം വേണം. അഭക്ഷ്യ ഭക്ഷണ പരിത്യാഗം ജീവിതകാലം മുഴുവൻ ഉണ്ടെങ്കിലേ ആരോഗ്യം ഉണ്ടാവും. അതുപോലെയാണ് ഭക്ഷ്യമല്ലാത്തത് ഭക്ഷിക്കരുത്. പ്രണവജപം ജീവിതം മുഴുവൻ വേണ്ടതാണ്. ഓം പ്രണവം അത് നിത്യജപ വസ്തുവാണ്.
അത് സന്യാസത്തിലെ കഠിനവ്രതവുമാണ്. ഇങ്ങനെ സമ്പാദിത വ്രതനിഷ്ഠനായ യതി യജമാനൻ അഥവാ ആചാര്യനാണ്. ഇവിടെ യജ്ഞകുണ്ഡത്തിൽ ശ്രോത്രഗഹ്വരമാണ്. ചെവിയിലേക്കാണ് ഈ ഹോമമാകുന്ന ശബ്ദങ്ങളെ ഇടുന്നത്. ആഹൂതി ആവട്ടെ ശബ്ദവും. ഹോമകുണ്ഡം എന്നത് നിങ്ങളുടെ കർണങ്ങളാണ്, ശ്രോത്രേന്ദ്രിയമാണ്. അതിനകത്തേക്കാണ് ഈ ഹോമവസ്തുവാകുന്ന ശബ്ദങ്ങളെ ഇടുന്നത്. ശബ്ദാദീൻ വിഷയാനന്യേ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി എന്ന് ഗീതാകാരനും പറയും. ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളാകുന്ന വിഷയങ്ങളെയാണ് ആഹൂതിയെ ചെയ്യുന്നത്. ഭാവന ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിലേ ഇരുന്നിട്ട് കാര്യമുള്ളൂ. നിങ്ങളുടെ ഓരോ ഇന്ദ്രിയവും ഹോമകുണ്ഡമാണ്. അതിനുള്ളിലേക്കാണ് ശബ്ദങ്ങളും സ്പർശങ്ങളും രൂപങ്ങളും രസങ്ങളും ഗന്ധങ്ങളുമാകുന്ന വിഷയങ്ങളെ ഹവനം ചെയ്യുന്നത്. അതിൽ നിന്ന് ഉണ്ടാകുന്ന ഹവിസ്സാണ് നിങ്ങളുടെ മനസ്സിൻ്റെ അനേക വികാരങ്ങളായി പൊന്തി പുറപ്പെടുന്നത്. അപ്പോൾ ഇടുമ്പോൾ സൂക്ഷിക്കണം, വളരെ സൂക്ഷിച്ചു വേണം ശബ്ദസ്പർശ രൂപരസഗന്ധാദികളെ ഈ ഹോമകുണ്ഡത്തിലേക്കിടാൻ. ഇന്നതിന് പറ്റുകയില്ലാത്ത കാലമാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ രീതി, ഇന്നത്തെ മാധ്യമങ്ങളുടെ രീതി നിങ്ങൾക്കിഷ്ടമല്ലെങ്കിലും പലതും നിങ്ങൾ കണ്ടേ മതിയോ, കേട്ടേ മതിയോ. ആം ഐ റൈറ്റ്? കൊച്ചുകുട്ടികൾക്ക് വേണ്ടതാണോ എന്ന് നോക്കിയിട്ട് ഓൺ ചെയ്യാൻ പറ്റില്ല. അച്ഛനും അമ്മയ്ക്കും വേണ്ടതായിരിക്കും. അതായിരിക്കും കുട്ടികൾ വെട്ടി വിഴുങ്ങുന്നത്. ആർക്ക് വേണ്ടതാണ് കൊടുക്കുന്നത്, അതെങ്ങനെ തരംതിരിച്ച് കൊടുക്കുന്നുവെന്ന യാതൊരു തരംതിരിവുമില്ലാത്ത, വിവേചനാശക്തിയുമില്ലാത്ത തലത്തിലാണ് എല്ലാ അറിവുകളും ഇന്ന് സംപ്രേഷണം ചെയ്യുന്നത്. അത് നിയന്ത്രിക്കാനൊന്നും പറ്റൂല. അതിന് കാരണം അർത്ഥകാമങ്ങളാണ് അവിടെയെല്ലാം നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ടിത് ജ്ഞാനസത്രം. സത്രത്തിലെല്ലാവരും ഋത്വിക്കുകൾ. പ്രവക്താവ് ചോദിക്കുമ്പോൾ ശ്രോതാവ് മെല്ലെ മെല്ലെ ഉത്തരം പറയുന്നു. അതും ആഹൂതിയാണ്. വചനവും പ്രതിവചനവും സാധ്യായ യജ്ഞത്തിലുണ്ട്. ലോകാദിമഗ്നിം തമുവാച തസ്മൈ യായിഷ്ടകായ അവതീർവായ ധാവ സജാബിയത് പ്രത്യവദത് യഥോക്തം അധാസ്യ മൃത്യു പുനരേവാഹ തുഷ്ട. യമൻ നചികേതസിന് കർമ്മത്തെയും ഉപാസനയെയും ഉപദേശിച്ചു. തുടർന്ന് യമൻ ചോദിച്ചപ്പോൾ നചികേതസ് എല്ലാം സ്പഷ്ടമായി പറഞ്ഞു. രണ്ടാമത് ചോദിക്കും. ഇത് സാധനാരീതിയിൽ പഠിക്കുകയാണെങ്കിൽ പ്രവക്താവ് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങളിൽ ഓരോരുത്തരോട് ചോദിക്കും. അപ്പോൾ നിങ്ങളത് തിരിച്ച് ചൊല്ലണം, തിരിച്ച് പറയണം. അങ്ങനെയാണ് പഴയ രീതി. നിശബ്ദമായിരുന്ന് കേട്ടതുകൊണ്ട് മാത്രമാവില്ല. അങ്ങനെയാണ് പഴയ രീതിയിൽ പഠിക്കുന്നത്. അതാണ് സാധനാക്രമം. അപ്പോൾ ആ സമയത്ത് വക്താവ് ശ്രോതാവിൻ്റെ മേൽ കൃപാദൃഷ്ടി പതിപ്പിക്കുകയും വേണം. എങ്കിലേ ഈ ജ്ഞാനം കടന്നു പോകുമെന്നാണ്. ശ്രോതാവ് വക്താവിൽ ശ്രദ്ധയർപ്പിക്കുകയും വേണം. യഥോത്തരം പ്രസാദം ഗ്രഹിക്കുകയും വേണം. തുളസീദളാദി അർച്ചനകളും വേണം. ഇതൊക്കെ പഴയ രീതിയാണ്. ഭഗവത് ശരണാരവിന്ദത്തെ സ്പർശിക്കുകയും വേണം. ഇതെല്ലാം സാധ്യായ യജ്ഞത്തിൻ്റെ ആഹൂതികളാണ്. ജ്ഞാനയജ്ഞത്തിൽ ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്ന, ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവതേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിന എന്നാണ് നിയമം. എല്ലാം ബ്രഹ്മം തന്നെയാണ്. സ്വാധ്യായ സമയത്തും സ്വാധ്യായ അന്ത്യത്തിലും എല്ലാം ബ്രഹ്മരൂപത്തിൽ നോക്കുന്നത് ജ്ഞാനയജ്ഞമാണ്.
ഇത് പഠിക്കുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും എല്ലാം ബ്രഹ്മമാണെന്നുള്ള ഭാവത്തിൽ സൗമ്യമായി നോക്കുന്നത് ജ്ഞാനയജ്ഞമാണ്. അത് മറ്റ് സമയങ്ങളിലും അങ്ങനെ ആകാവുന്നതാണ്, ഈ സമയത്ത് മാത്രമല്ല. എന്നാൽ സ്വാധ്യായ യജ്ഞത്തിൽ സഹജരൂപത്തിൽ സമ്പന്നമാവും, സ്വഭാവമായി മാറും. അപ്പോൾ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവും. എല്ലാത്തിനെയും അങ്ങനെ കാണാൻ പഠിച്ചാൽ. ഇങ്ങനെ സ്വാധ്യായവും പ്രവചനവും യജ്ഞം തന്നെയാണ്. ആചാര്യൻ ഈ വിഷയത്തിൽ പ്രവചനം നടത്തുന്നു, ശ്രോതാവ് ശ്രവണം ചെയ്യുന്നു. ഇത് സ്വാധ്യായം, ഈ യജ്ഞം പ്രതിദിനം വേണ്ടതുമാണ്. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദൗര്യം, അതിലൊരിക്കലും തെറ്റുവരരുത്. ശരിയായ അർത്ഥത്തിൽ സ്വാധ്യായം വേദമാണ്. സ്വാധ്യായോ അധ്യേതവ്യ, ഈ വചനത്തിൽ അത് ഗൃഹീതമാണ്. അന്യപ്രവചനം നല്ലതാണ്. ഉപനിഷത്ത് ഏറ്റവും പ്രധാനമാകുന്നത് ഈ അർത്ഥത്തിലാണ്. മറ്റുള്ള പ്രവചനങ്ങളും നല്ലതാണ്, അത് യജ്ഞരൂപമല്ല. ഈ യജ്ഞത്തിൽ ആദിയിലും അന്ത്യത്തിലും ശാന്തിപാഠം അംഗമാണ്. എന്നാൽ അംഗീഭാവത്തിന് പ്രമാണം സുത്യാദി ഇവിടുണ്ട്. ഈശാവാസ്യാദീനാം ശുക്ല യജുർവേദഗതാനാം ഏകോനവിംശതി സംഖ്യാകാനാം ഉപനിഷദാം പൂർണ്ണമത ഇതി ശാന്തി. മുക്തിക ഉപനിഷത്തിൽ ശ്രുതി തന്നെ ഞാൻ ഈ പറഞ്ഞിടത്തോളം കാര്യത്തിന് പ്രമാണമാണ്. ഇത് കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇത് മൊബൈലിലുമൊക്കെ പിടിച്ച് മറ്റുള്ളവരെ കേൾപ്പിക്കുമ്പോൾ പണ്ഡിതന്മാരായ ആരെങ്കിലും ചോദിക്കുകയാണ്, ഇതിന് പ്രമാണം എവിടുന്നാണ്? ഇതിന് ശ്രുതി പ്രമാണം തന്നെയുണ്ട്. മുക്തിക ഉപനിഷത്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഈശാവാസ്യാദീനാം, ഈശാവാസ്യം തുടങ്ങിയ ശുക്ല യജുർവേദഗതാനാം, ശുക്ല യജുർവേദാന്തർഗതമായ ഈശാവാസ്യാദി ഉപനിഷത്തുകൾ ഏകോനവിംശതി സംഖ്യാകാനാം 19 എണ്ണത്തിലും ആ ഉപനിഷത്തുകളിലും പൂർണ്ണമത ഇതി ശാന്തി, പൂർണ്ണമത എന്ന് തുടങ്ങുന്നതാണ് ശാന്തി. അതുകൊണ്ട് അംഗമില്ലാതെ അംഗിയുടെ അനുഷ്ഠാനം കൊണ്ട് സമ്യക് ഫലമില്ല. അതുകൊണ്ട് അംഗമായ ശാന്തി മന്ത്രം അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ഇവിടെ ദൃഷ്ടഫലം ഉണ്ടോ? അവിടെ ആ പ്രശ്നം തന്നെ ഉളവാകുന്നില്ല. ഭോജനം, ഭക്ഷണം കഴിക്കുക, അതിൻ്റെ പ്രഥമ അംഗം ആചമനമാണ്. ജലമെടുത്ത് ആചമിച്ചിട്ടാണ് കഴിക്കുന്നത്. ആചമനം കൂടാതെയായാൽ തൃപ്തിയാവില്ലേ? അവശ്യമാകും, വയറൊക്കെ നിറയും. എന്നാൽ ഭോജനം യുക്ത രൂപത്തിലാകണമെങ്കിൽ ഭാവന ഉണ്ടായാൽ മാത്രമേ മസ്തുളങ്കം അതിനെ ദഹിപ്പിക്കുവാനും അതിനെ പൂർണ്ണമാക്കുവാനും അതിനെ നല്ല രീതിയിലാക്കുവാനുമുള്ള ഭാവന ഉണ്ടാവും. ഭാവന കുറഞ്ഞ് കഴിക്കുന്നത് കൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ ഇതും വയറ് നിറയുക എന്നുള്ളത് മാത്രമല്ല ആഹാരത്തിൻ്റെ ഫലം, അതിരിക്ത ഫലങ്ങളുണ്ട്. വൈശ്വാനര യജ്ഞത്തിൽ അന്ധക്കരണ തൃപ്തി, പ്രാണാദി ദേവതാ പ്രസാദം തുടങ്ങിയവ ഇതിൻ്റെ ഫലമാണ്. അപ്പോൾ അഗ്നിയിൽ വീഴുന്ന സൂചി ഭസ്മമാകുന്നത് പോലെ പ്രാണാഗ്നിഹോത്രം ചെയ്യുന്നവൻ്റെ സമസ്ത പാപങ്ങളും ദഹിക്കുന്നു. അതുകൊണ്ടാണ് ആചമന ശേഷം ഭക്ഷണം കഴിക്കുന്നത്. സകല പാപങ്ങളും ആ യജ്ഞം കൊണ്ട് തന്നെ നശിച്ചു പോകുന്നു. കുറച്ചും കയറിയിരുന്നു അവിടെ, ആ ഒരു ശകല ഇടയിട്ട് കുറച്ചും കയറിയിരുന്നു. സ്വല്പം ഇങ്ങോട്ട് കയറിയിരുന്നാൽ മതി. അമ്മ ഇങ്ങോട്ട് പോരെ, ഇപ്പുറത്തേക്ക് പോരെ. അപ്പോൾ സ്വാധ്യായ അധ്യയനത്തിന് അർത്ഥജ്ഞാനം എന്ന ഫലം മാത്രമല്ല,
പാപപ്രദാഹാദികളും ഫലമാണ്. പഠിക്കുന്നതുകൊണ്ട് പഠിച്ചാൽ പാപങ്ങളും കൂടിയില്ലാതാവും. അത് തത്വസാക്ഷാത്കാരത്തിന് സഹായകവുമാണ്. 3, കർമ്മശാന്ത്യർത്ഥമായും ശാന്തിപാഠം മുൻപിലും പിൻപിലും ചെയ്യണം. 2 കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞേ. 3-ാമത്തെ കാര്യം, കർമ്മത്തിന് ശാന്തി വരുന്നതിനും ശാന്തിപാഠം മുമ്പിലും പിൻപിലും ചെയ്യണം. ഭാഗവത ശ്രവണത്തിൽ കർമ്മശാന്തിക്ക് ഗീതാപാഠാദികൾ ചെയ്യും. പഴയ ആചാര്യന്മാരാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ഗീത ആദ്യവും അവസാനവും ചൊല്ലും. വിരക്തശ്ചേത് ഭവേത് ശ്രോത ഗീതാവാച്യാപരേ ഹരി ഗൃഹസ്ഥശ്ചേത് തഥാ ഹോമ കർത്തവ്യ കർമ്മശാന്തയേ എന്നാണ് അതിൻ്റെ പ്രമാണം. വിരക്തൻ ഭാഗവത ശ്രവണം ചെയ്യുന്നുവെങ്കിൽ കർമ്മശാന്തിക്ക് 2-ാം ദിനം ഗീതാപാഠം ചെയ്യണം. ഗൃഹസ്ഥൻ ഭാഗവത ശ്രവണം ചെയ്താൽ കർമ്മശാന്തിയർത്ഥം ഹോമം ചെയ്യണം. ഇങ്ങനെയൊക്കെ വിധികളുണ്ട്. അപ്പോൾ ഭാഗവത ശ്രവണം അത് ഉഗ്രകർമ്മമാണോ എന്ന് സംശയം ഉണ്ടാവും ഇതൊക്കെ ചെയ്യാൻ. അല്ല, ഉത്തരം സകാരാത്മകമാണെന്നാണ്. ഭാഗവതത്തിൽ ഹിരണ്യകശിപു, കംസൻ തുടങ്ങിയവരുടെ വധം വർണ്ണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉഗ്രകർമ്മമാണ്. അതൊക്കെ വായിക്കുമ്പോൾ മനസ്സ് അതുമായി എങ്ങനെ താതാത്മ്യം പ്രാപിക്കുന്നു. രാമായണം എടുത്ത് വായിക്കുമ്പോൾ അതിൽ രാവണാദികളുടെ വധമുണ്ട്. അവയെല്ലാം കേൾക്കുന്ന സമയത്ത് അതുമായി തന്മയീഭാവത്തിലെത്തി ശ്രോതാക്കളും രാവണാദികളുടെ വധം മാനസികമായി ചെയ്യും. എന്നിട്ട് പ്രമാണമായി അത് പറയും. രാമനും വധിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ ഈ കൊന്നതിലെന്തായിരിക്കുന്നത്? അതിൻ്റെ കാലമോ അതിൻ്റെ ദേശമോ അതിലെ നിഹിതമായിരിക്കുന്ന അർത്ഥമോ മനസ്സിലാക്കാതെ പ്രാചീന ഗ്രന്ഥങ്ങളെ തെറ്റായി ഉപയോഗിച്ച് ഒരു സംസ്കൃതി അധപ്പതിക്കുകയും സ്വയം നശിക്കുകയും ശിക്ഷാർഹരായിത്തീരുകയും ഒക്കെ ചെയ്യുവാൻ ഇതിടയാവും. അതുകൊണ്ടാണ് ഇതിൻ്റെ സാമ്പ്രദായിക പഠനത്തിൽ നിയമങ്ങൾ കൊണ്ട് വളരെ ഭംഗിയായി സാക്ഷായിട്ടിരിക്കുന്നത്. അത് വളരെ സൂക്ഷിച്ച് തുറക്കാവുന്നതാണ് അതിൻ്റെ രഹസ്യങ്ങൾ. അതല്ലാതെ പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും എടുത്ത് വീശിയാൽ ഉടനെ ജനത്തിന് മനസ്സിലാകുന്നതൊന്നുമല്ല. മനസ്സിലാകുന്നത് വേറെ കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് വിധിയാം വണ്ണം പഠിക്കണം. അപ്പോൾ ഹിരണ്യകശിപു, രാവണൻ ആദി വധവർണ്ണനകൾ ഉപനിഷത്തിലില്ല. ഉത്തരം ഇവിടെയും അല്പം ഉഗ്രതയുണ്ട്. ആധ്യാത്മിക ദൃഷ്ടികോണത്തിൽ ഒരു വധം ഇവിടെയുണ്ട്. അതേതാ? ഉപനിഷത്ത് പഠിക്കുമ്പോഴും ഒരു വധമുണ്ട്. അജ്ഞാനവധമുണ്ട്. അതുകൊണ്ടാണ് ശാന്തിപാഠം അനിവാര്യമായി വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വധം അജ്ഞാനത്തിൻ്റെ വധമാണ്. ഞാൻ എന്നെ തന്നെ ഹിംസിക്കാൻ പോവുകയാണ്. ഈ ബോധത്തോടെ ഇരിക്കണം. ഇതാണ് സാധന. ഇന്നലെ വരെ അജ്ഞാനത്തിൽ കിടന്നലയുകയും അജ്ഞാനാവൃതമായി തെറ്റോ ശരിയോ എന്ന് നിശ്ചയിക്കാനാവാതാവുകയും അവശ്യം വേണ്ടി വരുമ്പോഴെല്ലാം കർമ്മത്തിലേക്ക് എടുത്തു ചാടുകയും വൈദികമായ സൂക്തങ്ങളിൽ ഒന്നുപോലും സ്മരണയിൽ വരാതിരിക്കുകയും യാതൊരു നിയന്ത്രണവുമില്ലാതെ വാക്കുകൾ ഉപയോഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു പോന്ന എന്നിലെ എന്നെ വധിക്കുവാനുള്ള കോപ്പ് കൂട്ടുകയാണ് ഈ യജ്ഞത്തിൽ. കൊല്ലണമെന്ന് ആലോചിച്ചിട്ടിരുന്നാൽ മതി. ഇല്ലെങ്കിൽ എഴുന്നേറ്റ് സ്ഥലം വിടുന്നതാണ് ഇന്ന് കുത്തം. രക്ഷപ്പെടുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. അതെ, അത് ഭാവാത്മകമായി പറയുമ്പോൾ. പക്ഷെ അതിൽ രാവണനെയും ഹിരണ്യകശിപുവിനെയും ഒക്കെ അജ്ഞാനത്തെ വേഷം കെട്ടിച്ച് മനുഷ്യരൂപം നൽകി നിർത്തിയിരിക്കുകയാണ്.
അതുകൊണ്ട് ആ വധങ്ങൾ നിങ്ങൾ ഉപനിഷത്ത് പഠിക്കാതെ വായിക്കുമ്പോൾ, ആ പഠിക്കാത്തവർ പഠിപ്പിക്കുമ്പോൾ ഒക്കെ അധർമ്മത്തെ ഹിംസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ ജ്യേഷ്ഠൻ ഒരു വസ്തുവിൻ്റെ കാര്യത്തിലോ വീട്ടിലെ ഒരു കാര്യത്തിലോ വഴക്കുണ്ടാക്കിയാൽ 2 പൊട്ടീര് കൊടുത്തിട്ട് അവൻ രാവണനും നിങ്ങൾ രാമനുമാണെന്നുള്ള മട്ടിൽ പറയാനുള്ള ഒരു പ്രവണതയുണ്ടാകും. അതുണ്ടാകാതിരിക്കുന്നതിനാണ് ഗൃഹസ്ഥന് ഹോമവും മറ്റുള്ള വിരക്തന്മാർക്ക് ഗീതാദികളും ആദ്യം ചൊല്ലാൻ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? ഇവിടെ അത് ശാന്തി മന്ത്രമാണ്. ശാന്തി മന്ത്രം കർമ്മശാന്തിക്ക് വേണ്ടിയാണ്. കർമ്മശാന്തി എന്നുള്ളത് മനസ്സിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വരുന്നതാണ്. അപ്പോൾ ആദ്യവും അവസാനവും ശാന്തി മന്ത്രം ജപിച്ച് കഴിയുമ്പോൾ ശാന്തിയാണ് ഉപനിഷത്തിൻ്റെ ലക്ഷ്യമെന്ന് മറക്കാതെ ഓർത്തിരിക്കും. ക്ലിയർ? അതിൽ അജ്ഞാനമാണ് പ്രതിയോഗി. അവിടെയും പ്രതിയോഗിയുടെ വധമുണ്ട്. അജ്ഞാനിയെ വധിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തു വല്ലവനെ അജ്ഞാനിയാണെന്ന് കണ്ട് വധിക്കുകയല്ല, നമ്മളെ തന്നെ വധിക്കുകയാണ്. ക്ലിയർ? ഇതാണ് അതിൻ്റെ പ്രമാണം. അപ്പോൾ അവരുടെ വധം ഇവിടെയുമുണ്ട്. ചിത്സുഖാചാര്യൻ അദ്ദേഹം നന്നായി പറഞ്ഞിട്ടുണ്ട്. പ്രമാണ നഖനിർഭിന്ന മഹാമോഹ അമരാരയേ നമസ്തുർമേ നൃസിംഹായ സ്വപ്രകാശചിതാത്മനെ. ഇതാണ് ചിത്സുഖാചാര്യൻ്റെ വചനം. പ്രമാണ നഖനിർഭിന്ന മഹാമോഹാമരാരയേ നമസ്കുർമോ നൃസിംഹായ സ്വപ്രകാശചിതാത്മനെ. നൃസിംഹരൂപത്തിൽ സ്വയം പ്രകാശ ചിതാത്മാവാണ് പ്രമാണരൂപി നഖം കൊണ്ട് ആ ദൈത്യൻ്റെ ഉത്പാടനം നടത്തുന്നത്. എൻ്റെ ഉള്ളിലിരിക്കുന്ന ചിതാത്മാവായ നരസിംഹം നഖം കൊണ്ട് എൻ്റെ അജ്ഞാനമാകുന്ന ദൈത്യനെ മാറ് പിളർന്ന്, കാരണം അജ്ഞാനത്തെ ഒരു തരത്തിലും കൊള്ളാൻ പറ്റില്ല. പകൽ അജ്ഞാനമാണ്, മനസ്സിലായില്ല? രാത്രി അജ്ഞാനമാണ്. അപ്പോൾ പിന്നെ പകലും രാത്രിയും അജ്ഞാനമാകുന്ന അസുരനെ കൊല്ലാൻ പറ്റില്ല. അവൻ വരം വാങ്ങിച്ച് നിൽക്കുകയാണ്, മനസ്സിലായില്ല? സ്ത്രീക്കും അജ്ഞാനമാണ്, പുരുഷനും അജ്ഞാനമാണ്. സ്ത്രീക്ക് കൊല്ലാൻ പറ്റില്ല, പുരുഷന് കൊല്ലാൻ പറ്റില്ല, മനസ്സിലായില്ല? മനുഷ്യന് കൊല്ലാൻ പറ്റില്ല, മൃഗത്തിന് കൊല്ലാൻ പറ്റില്ല. അപ്പോൾ തൻ്റെ ചിത്പ്രകാശത്തെ നാരസിംഹരൂപിയായി വളർത്തി വേണം എന്നുള്ളതാണ് ചിത്സുഖാചാര്യൻ ഭംഗിയായി പറഞ്ഞിരിക്കുന്നത്. ഈ സ്വാധ്യായ അധ്യയനം തന്നെ സർവകർമ്മസ്വരൂപമാണ്. സർവകർമ്മങ്ങളാൽ എന്തു ഫലമുണ്ടോ ആ ഫലം ബ്രഹ്മബോധം കൊണ്ടുണ്ടാവും. യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത എന്ന് ഗീതയും പറയും. കൂപം, വാപി, തടാകാദി എല്ലാത്തിൻ്റെയും പ്രയോജനം പ്രളയത്തിൽ ലഭിക്കുന്ന പോലെ ഇപ്പം കിട്ടുന്ന പോലെ. ഇപ്പോൾ വെള്ളത്തിന് വലിയ വിഷമമൊന്നുമില്ല, മനസ്സിലായി? എല്ലാം ഒന്നായി. സ്വല്പം കൂടെ കഴിഞ്ഞ് എല്ലാം ഒന്നായാൽ നമ്മളും അതിലേക്ക്. അതാണിപ്പോൾ എറണാകുളംകാരൊക്കെ പേടിച്ചിരിക്കുന്നത്. അത് കിട്ടിയ അവസരത്തിൽ എറണാകുളത്തുനിന്ന് നേരെ ഉപനിഷത്തിൽ വന്നിരുന്നേക്കാമെന്ന് വിചാരിച്ചു. മറ്റവൻ ഇങ്ങ് വന്നാൽ പ്രളയജലമാണ്. തുണയാണെങ്കിൽ ബലിയൊന്നും ഇട്ടിട്ടുമില്ല. ആം ഐ റൈറ്റ്? ആലുവായി നിന്നെല്ലാം ഒഴുകിപ്പോയെന്നാണ് കേൾക്കുന്നത്. അല്ലോടും എറണാകുളം. അപ്പം അതുകൊണ്ട് സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. എല്ലാ കർമ്മങ്ങളും ജ്ഞാനത്തിൽ പരിസമാപിക്കും. അതായത് ജ്യോതിഷ്ഠോമാദി, അഗ്നിഹോത്രം, രാജസൂയം, ദാനം, തപസ് എന്നിങ്ങനെ എന്തെന്ത് കർമ്മമുണ്ടോ അതെല്ലാം ഉഗ്രവും അനുഗ്രഹവും ആയ കർമ്മങ്ങളെല്ലാം ഇതിൽ വരുന്നു. അതുകൊണ്ട് കർമ്മശാന്തിയും ചെയ്യണം എന്നത് അനിവാര്യമാണ്. ഹിരണ്യകശിപു ആദി മഹാമോഹരൂപമാണ്.
അവിദ്യാദികളിൽ അഞ്ചാമത്തെ വസ്തു അഭിനിവേശമാണ്, മഹാമോഹം. അതിനെയാണ് മഹാമോഹം എന്ന് പറയുന്നത്. ഒന്നിനോട് അഭിനിവേശം തോന്നുക. അഭിനിവേശം തോന്നിയാൽ സ്ഥാനമൊക്കെ മറന്നുപോകും, ഇരിക്കുന്ന സ്ഥാനമെല്ലാം മറന്നുപോകും. ഞാൻ അച്ഛനാണ്. അഭിനിവേശം വന്നാൽ അച്ഛൻ എന്ന ബോധം മറന്നുപോകും. വിദ്യാഭ്യാസം വികലമായാൽ അഭിനിവേശം ഉണ്ടാവും. ആധുനിക വിദ്യാഭ്യാസം സംഭാവന ചെയ്യുന്നത് അഭിനിവേശമാണ്. അതുകൊണ്ട് അമ്മ, അച്ഛൻ, മകൻ ഈ ബന്ധങ്ങളൊന്നും ഇന്നില്ല. ഭരണാധികാരികൾക്ക് തങ്ങൾ ഭരണാധികാരികളാണെന്നുള്ള ബോധം തന്നെ പലപ്പോഴും പലതും കണ്ടാൽ മറന്നു പോകുന്നത് കൊണ്ടാണ് നിങ്ങൾ പത്രം വായിച്ച് അഭിനിവേശത്തിലെത്തുന്നത്. അത് വായിച്ചു എത്തുന്നത് അഭിനിവേശത്തിലാണ്. അതുകൊണ്ട് മോഹികൾ കൂടും. അതാണ് മഹാമോഹം. അത് ബ്രഹ്മാനന്ദരൂപിയായ പ്രഹ്ലാദനെ ഉപദ്രവിക്കും. അഭിനിവേശം വന്നാൽ ആത്മബോധത്തെ അത് ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് നൃസിംഹം, അതായത് വിശ്വാത്മാ പരമാത്മാ ഹിരണ്യകശിപുരൂപിയായ മഹാമോഹത്തെ വധിച്ചത്. പഞ്ചാനന പാഞ്ചജന്യ വപുഷ വ്യാധിഷ്ഠ വിശ്വാത്മത. മനുഷ്യനും സിംഹവും ഈ ഉദാഹരണത്തിലൂടെ വിശ്വാത്മതയെയാണ് ദൃഷ്ടാന്തമാക്കുന്നത്. രാവണരൂപീ രാഗം സീതാരൂപീ ബ്രഹ്മവിദ്യയെ അപഹരിക്കുന്നു. വിശ്വാത്മരൂപീ രാമൻ വൈരാഗ്യം, വിവേകം എന്നിവയുടെ സഹായത്തോടെ വധിക്കുന്നു. അതുകൊണ്ട് സർവകർമ്മ ഫല പ്രദാതാവാകയാൽ സർവകർമ്മ സ്വരൂപമെന്ന നിലയിൽ ഉപനിഷത് പഠനവും ഉഗ്രകർമ്മമാണ്. ആദ്യവും അവസാനവും ശാന്തി മന്ത്രം വേണം. കർമ്മശാന്തിക്ക് വേറൊരർത്ഥമുണ്ട്. ഏത് കർമ്മം ചെയ്യുമ്പോഴും ചിലപ്പോൾ സ്വാഭാവികമായും, ചിലപ്പോൾ പ്രസാദം കൊണ്ടും, ചിലപ്പോൾ പരേച്ഛ കൊണ്ടും ദോഷം വന്നു ചേരും. നമ്മൾ പരിഗണിക്കാത്തതാണ് ഇതൊക്കെ. കർമ്മത്തിലേക്ക് എടുത്തിയാടും. മിടുക്കനാണ്, നന്നായിട്ട് പഠിച്ചവനാണ്. പക്ഷെ എപ്പോഴാണ് ഇത് പൊളിയുന്നതെന്ന് നിശ്ചയമില്ല. ലോകമെടുത്താൽ പൊളിയുന്നവരുടെ ചരിത്രമാണ് ആണ് കൂടുതൽ. ബുദ്ധിയിലൊക്കെ വിശ്വസിച്ച് വളരെയധികം കർമ്മങ്ങളെ ചെയ്തിട്ടുള്ളവരുണ്ട്. അത്തരം ആളുകൾ അതിൻ്റെ ഏറ്റവും ഉയർച്ചയിൽ വെച്ച് തകർന്നു പോകുന്നുണ്ട്. അപ്പോഴാണ് സങ്കടം തോന്നുക. ലോകം മുഴുവൻ പ്രശംസിച്ച് തേരിലേറ്റി വളരെ ആദരണീയമായൊരു പീഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. അങ്ങനൊരു പാശ്ചാത്യ കവിതയുണ്ട്. എഴുതിയ ആളിൻ്റെ പേര് ഓർക്കുന്നില്ല. വളരെ നല്ല കവിതയാണ്. ദ പേട്രിയറ്റ് എന്നാണ് കവിതയുടെ പേര്. സ്വരാജ്യസ്നേഹി എന്ന നിലയിൽ ഇയാളെ എഴുന്നള്ളി ചാനയിച്ച് കൊണ്ടുപോകണം ആരവങ്ങളോടുകൂടി. ഒരു മാസം കഴിഞ്ഞ് ഈ ആരവങ്ങളൊക്കെ ഒന്നടങ്ങി ഇയാൾക്ക് ഏറ്റവും സമുചിതമായ സമ്മാനം നൽകാൻ ഒരുങ്ങുന്ന ദിവസത്തിൻ്റെ തലേ ദിവസമാണ് ഇയാളെക്കുറിച്ചുള്ള കുഴപ്പങ്ങളെല്ലാം കൂടി നാട്ടുകാർ പറയുന്നു. പിന്നെ ഇയാളെ കൈകൾ ബന്ധിച്ച് നടത്തിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ ഇരുപുറവുമുള്ള വീടുകളിൽ നിന്ന് കല്ലേറുകളാണ് വരുന്നത്. മുമ്പ് പുഷ്പവൃഷ്ടി വന്നിരുന്ന സ്ഥാനത്ത് കല്ലേറാണ് വരുന്നത്. കൊണ്ടുപോകുന്നത് സ്കഫോൾഡിലേക്കാണ്. പൂർവകർമ്മത്തിൻ്റെ ഫലം ഇങ്ങനെ സംഭവിക്കുമെന്ന് ആരും ചിന്തിക്കാറില്ല. കുറേ പേർക്ക് നിരാശയുണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ എഴുന്നള്ളിച്ച ഒരാൾ ഇങ്ങനെ ആയിക്കൂടാ. അതുകൊണ്ട് അവർ രഹസ്യമായി നീക്കം നടത്തും ഇയാളെ നല്ലവനായി തന്നെ നിലനിർത്താൻ.
പ്രകൃതി ചിലപ്പം നിർത്തില്ല. ഇത് ലോകനീതിയാണ്. അപ്പോൾ നമ്മുടെ കർമ്മത്തിന് ആദ്യം നമ്മൾ പഠിക്കണം. കർമ്മശാന്തിയുടെ അർത്ഥം പഠിക്കുമ്പോൾ ഏതു തരം കർമ്മം ചെയ്യുമ്പോഴും ചിലപ്പോൾ സ്വാഭാവികമായ തകരാറുണ്ടാകാം. ചിലപ്പോൾ ഈശ്വരപ്രസാദം കൊണ്ട് തകർച്ചയുണ്ടാകും. കാരണം തകർന്നാൽ മാത്രമാണ് ഈശ്വരനുണ്ട് എന്ന് സമ്മതിക്കുക. മനസ്സിലായില്ല? പണ്ട് നമ്മുടെ മുമ്പേ പോയവൻ്റെ വാലെ പിടിച്ചൊരുത്തൻ ഇപ്പം തകർന്നു വീണപ്പോൾ നിരീശ്വരവാദികൾ പോലും മാധ്യമങ്ങളിലും പത്രത്തിലും ഇരുന്ന് ഗുരുവായൂരപ്പനുണ്ടെന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. Am I right? അത് പെട്ടെന്നാണ് പറയുക ആളുകൾ. അതിന് കാരണം കർമ്മത്തിൻ്റെ തകർച്ചയിലാണ് മനുഷ്യൻ അവസാനം കയറി ഈ ഈശ്വരനെ കയറി പിടിക്കുന്നത്. അപ്പോഴേ ഇവൻ ഈശ്വരനുണ്ടെന്ന് തോന്നലുണ്ടാവും. നിങ്ങളും അങ്ങനെയാണ്, ഞാനും അങ്ങനെയാണ്. കാരണം വെച്ചാൽ കർമ്മങ്ങളുടെ തകർച്ചയ്ക്ക് ഈശ്വരപ്രസാദം കൊണ്ടും ചിലപ്പോൾ പരേച്ഛ കൊണ്ടും മറ്റുള്ളവരിങ്ങനെ അസൂയപ്പെട്ട് ഇവനൊന്നും തകർന്ന് കാണുന്നില്ലല്ലോ. ചിലരുടെ വളർച്ച വരുമ്പോഴേക്ക് ഒരുപാട് അസൂയുണ്ടാവും. Am I right? ഒരു വീട്ടിൽ കയറി ചെന്നാലും ആ വീട് നന്നായിരിക്കുന്നത് കണ്ട് സന്തോഷമല്ല പലപ്പോഴും വരുന്നത്. ഇത്രയൊക്കെ വേണോ? പിന്നൊരു മനസ്സമാനം കിട്ടുന്നത് ഇവൻ്റെ കുട്ടിയുടെ ജോലി പോയെന്നോ കാരണം ഒരു കിടപ്പിലായെന്നോ പറയും. ഞാനിത് അന്നേ പ്രതീക്ഷിച്ചത്. ആ പോക്ക് കണ്ടപ്പോഴേ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ പരേച്ഛ കൊണ്ടും ദോഷം വരാം. അതിലാണ് പഠിക്കേണ്ടത്. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, ശാന്തി മന്ത്രം. ഈശ്വരനെ മുറുക്ക പിടിക്കുക. മനസ്സ് ശാന്തമാക്കി നിർത്തിയാൽ പരേച്ഛയിൽ വരുന്ന ദോഷങ്ങളും സ്വാഭാവിക ദോഷങ്ങളും ഒക്കെ അറ്റുപോകും. അവിടെയാണ് ഇതിൻ്റെ പ്രയോജനം. ഇതിങ്ങനെയൊക്കെ എഴുതി പിടിപ്പിച്ച സാധനം ഒരു ദിവസം നിങ്ങൾ പോയി സമറ്റിക് സങ്കല്പങ്ങൾ പഠിച്ചു പോയാൽ ഇതൊക്കെ തെറ്റാണെന്ന് പറയും. കാരണം നിങ്ങൾക്കിത് മനസ്സിലാവില്ല. ഇതൊരു പാരമ്പര്യ സംസ്കാരത്തിൽ പഠിച്ചു വന്നാലാണ് മനസ്സിലാകുന്നത്. അപ്പോഴാണ് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അപ്പോൾ സ്വാഭാവിക രൂപത്തിൽ തെറ്റുവരുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. എത്ര ശ്രദ്ധാപൂർവം സാവധാനത്തിൽ ചെയ്താലും തെറ്റുവരിക സ്വാഭാവികമാണ്. എഴുതാനിരുന്ന് നോക്ക്, ചിലപ്പോൾ അക്ഷരം വിട്ടു. എത്ര പണ്ഡിതനായാലും 30 പ്രാവശ്യം തിരുത്തിക്കൊടുത്ത് പ്രിൻ്റ് ചെയ്താലും പുറകിലൊരു 10 പേജ് ശുദ്ധിപത്രം വേണ്ടി വരും. ചിലതൊക്കെ എഴുതുമ്പോൾ അതിനെത്ര പേജുണ്ടോ അതിനേക്കാൾ ശുദ്ധിപത്രം. മനസ്സിലായില്ല? കാര്യം പണ്ഡിതനാണ്, കേമനാണ്, മിടുക്കനാണ്, സ്വാമി അങ്ങേയറ്റത്തെ ആളാണ്. പക്ഷേ സ്വാമി ഒരു സാധന എഴുതി കൊടുത്തു കഴിയുമ്പോൾ അതിനകത്തെല്ലാം സ്വാമിയുടേതോ പരൻ്റെയോ മറ്റുള്ളവരുടെയോ ഒക്കെ കുറ്റം കൊണ്ട് ശുദ്ധിപത്രത്തിന് പുസ്തകത്തേക്കാൾ വലിപ്പം വേണ്ടി വരും. മനസ്സിലായി? അത് സംഭവിച്ചു പോകും. അതിനൊന്നും ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ പറയുന്ന ഞാനും നിങ്ങളും ആര് ചെയ്താലും സംഭവിക്കും. എഴുതാനിരുന്നാലപ്പോൾ ചിലയിടത്ത് അക്ഷരം പോവും. അക്ഷരങ്ങൾ ചിലയിടത്ത് മാത്രകളില്ലാതെ വരും. എത്ര സാവധാനത്തിലായാലും ഇതൊക്കെ സാധാരണമാണ്. പലപ്പോഴും നാം സംസാരിക്കുമ്പോൾ ആവർത്തനം വേണ്ടി വരും. അതുകൊണ്ടും കർമ്മത്തിൽ ഉഗ്രത വരും. അതുകൊണ്ട് ശാന്തി പ്രാർത്ഥിക്കണം. യദക്ഷരം പദം ഭ്രഷ്ടം മാത്രാഹീനം ചയത് ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ പ്രസീദ പരമേശ്വര. ഇതൊക്കെ പ്രാർത്ഥിക്കുന്നത് അതിനാണ്. അജ്ഞാനാത് അഥവാ ജ്ഞാനാത് യന്യൂനമധികം കൃതം.
അറിവ് കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും എനിക്കുണ്ടായ ന്യൂനതകൾ. ഇങ്ങനെ പ്രാർത്ഥനകൾ ഒട്ടേറെയുണ്ട്, കേട്ടിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ ഉദ്ദേശം ഇതാണ്. അപ്പോൾ പ്രസാദത്തിലും ഉഗ്രത ഉളവാകും. പ്രസാദത്തിൽ അന്യത്ര കാണുകയും കേൾക്കുകയും ചെയ്യാൻ തുടങ്ങിയാൽ പ്രകൃതകർമ്മത്തിൽ ദോഷം വന്നു ചേരും. വളരെ സന്തുഷ്ടമായിരുന്ന് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുകയാണ്. അതിനിടയ്ക്ക് മെല്ലെ വേറൊരെണ്ണം ശ്രദ്ധിച്ചു പോയാൽ, ഒരു നിമിഷം വേറൊരെണ്ണത്തിൽ ശ്രദ്ധ വരുമ്പോഴേക്കാണ് ഇത് വിട്ടുപോകുന്നത്. അധ്യയനത്തിലും ദോഷമുണ്ടാകും. പലപ്പോഴും അക്ഷമ കൊണ്ട് ആ ദോഷം വീണ്ടും വരും. അക്ഷമ ഉണ്ടെങ്കിൽ യഥാർത്ഥാർത്ഥം ഗ്രഹിക്കില്ല, വിരുദ്ധാർത്ഥം ഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ കർമ്മത്തിൽ ഒരു മന്ത്രത്തിനു പകരം മറ്റൊരു മന്ത്രം ചൊല്ലിയാലും ഇങ്ങനെയാവും. ഇതെല്ലാം പ്രസാദം കൊണ്ടുവരുന്ന ദോഷമാണ്. പരേച്ഛയാലും കർമ്മത്തിൽ ദോഷമുള്ളതാവും. അധ്യയനാദികളിൽ പുറത്തുനിന്ന് ഒരാൾ വന്ന് വിളിച്ചാൽ അന്നേരം നിർത്തേണ്ടി വരും. അപ്പോൾ ഇത് നിർത്തിയിട്ടാണ് ഏറ്റുപോകുന്നു. പിന്നെ വരുമ്പോൾ അത് അവിടെ തുടങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ അയാളുടെ അടുത്ത് കാര്യവിചാരം ചെയ്ത് അതിൻ്റെ മാനസികാവസ്ഥയിലാണ് പിന്നെ വരുന്നത്. ഇപ്പോൾ ഉപനിഷത്തിരുന്ന് പഠിക്കുകയാണ്, ഇതിനിടയിലാണ് ഒരാൾ വന്നു, ഒന്ന് കാണണം എന്ന് പറഞ്ഞ് അവിടെ നിന്നു. കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതൃപ്തി വന്നു, ആശ്രമത്തിന് അതൃപ്തി വന്നു. അദ്ദേഹം മഹാനാണ്, ഗംഭീരനാണ്, എഴുന്നേറ്റ് പോയി. അദ്ദേഹത്തോട് സംസാരിച്ച കാര്യങ്ങൾ കുറച്ച് തലേ കിടന്നാൽ പിന്നെ ഒന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റെ സ്വാധീനമുള്ളതായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായി? ഉപനിഷത്തായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ദോഷം വന്നു ചേരും. അപ്പോൾ വളരെയധികം ദോഷങ്ങളുണ്ട്. അതിൻ്റെ അനിവാര്യമത നോക്കിയിട്ട് വേണം കാര്യവിചാരം നടക്കാൻ. ഏതർത്ഥത്തിലും കർമ്മശാന്തി വേണ്ടതാണ്. സ്വാധ്യായ സ്ഥലത്ത് ശാന്തി പാഠമാണ് ശാന്തികർമ്മം. തത്വജ്ഞാനത്തിൽ ഇതിനൊക്കെ അപ്പുറം ദേവതകൾ വിഘ്നമുണ്ടാക്കും. ഇന്ദ്രിയങ്ങൾ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ വെറുതെ വിടുകയൊന്നുമില്ല. അതുകൊണ്ട് അവിടെയും സൂക്ഷിക്കണം. ഭൂകമ്പം, ഇടിമിന്നൽ, പ്രകൃതിക്ഷോഭം, ഇതൊക്കെ വരാം. പഠിക്കാൻ വരുമ്പോൾ ഇപ്പോൾ ഇത് ഉപനിഷത്തിന് പോരണം എന്ന് വിചാരിച്ചതാണ്. പോരാൻ ഇറങ്ങിയപ്പോഴാണ് മഴ, തോരാത്ത മഴ. അപ്പോൾ ഈ വർഷം വേണ്ടാന്ന് തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അത് അറിയേണ്ട പോലെ അറിഞ്ഞില്ല, അങ്ങനെയൊക്കെ വരാം. ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും ഇടയിൽ എന്തെന്ത് ഉപസർഗാദികളുണ്ടോ അവയുടെ ശമനത്തിന് ശാന്തിപാഠമാണ് പരിഹാരം. ഗുരുശിഷ്യ പാരസ്പര്യം ശരിയായ നിലയിലെത്തുവാനും ഉപദേശം പൂർണ്ണതയാ മനസ്സിലാക്കുന്നതിനും ശാന്തിപാഠം വേണം. ബ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. ഇതാണ് ഈ പഠനത്തിൻ്റെ രീതി. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ അല്പം വിഷമം ഉണ്ടാവും. കാരണം നിങ്ങൾ ഗുരുകുലങ്ങളിലല്ല പഠിച്ചത്, സ്കൂളുകളിലാണ്. അതിലാദ്യ കാലത്ത് പഠിച്ചവർക്ക് കുറച്ച് മനസ്സിലാവും. പിന്നെ പിന്നെ അത് കുറഞ്ഞ് ഇപ്പോൾ പ്രാതിയൗകിക പഠനമാണ് നടക്കുന്നത്. അതുകൊണ്ട് തീരെ നടക്കില്ല. അതുകൊണ്ട് വളരെ ആലോചിക്കണം. ബ്രൂയുഹു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. പാരസ്പര്യം തികഞ്ഞാൽ മാത്രമാണ് ഗുരുക്കന്മാർ ഗുഹ്യമായ അർത്ഥം ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുക. നല്ല പാരസ്പര്യം വന്നാൽ മാത്രമേ രഹസ്യം കൈമാറൂ. എന്ത് പഠിക്കാൻ പോയാലും അതിൻ്റെ രഹസ്യം കിട്ടിയിട്ടേ കാര്യമുള്ളൂ. എൻ്റെ ഒരു മർമ്മമുണ്ട്, അത് കിട്ടിയാൽ ശാന്തിയായി. എന്ത് പഠിക്കാൻ പോയാലും ശാന്തി കിട്ടും. കർമ്മങ്ങൾ പഠിക്കാൻ പോയാൽ പോലും ശാന്തി കിട്ടും. അരുവയും തൂമ്പയും ഉണ്ടാക്കാൻ പോവാണ്, അതിനൊരു മർമ്മമുണ്ട്, അതിൻ്റെ പദമൊക്കെ. ആ മർമ്മം കിട്ടിയാൽ ഒരടി അടിച്ചാൽ മതി.
ചില അനുഗ്രഹീതരായ ശിഷ്യന്മാർ ഏത് പഠിക്കാൻ ചെന്നാലും ആ രഹസ്യം ആദ്യം ഇങ്ങ് കിട്ടും. അവർക്ക് സമയം കുറച്ച് മതി പഠിക്കാൻ. ചിലർ 50 കൊല്ലം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോഴും ചോദിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്താലോട്ട് നേരെയാവുകയില്ല. മനസ്സിലായോ എന്നറിയില്ല. ഇതെങ്ങനെയാണ് തരംതിരിക്കുക? ഇതിനെങ്ങനെയാണ് നിയമം ഉണ്ടാക്കുക? ഇതൊക്കെ ഭൗതിക നിയമങ്ങളിലൂടെ പഠിപ്പിക്കാൻ പറ്റുമോ? ഇവിടെയൊക്കെയാണ് സ്മൃതികാരന്മാരും മറ്റും പറഞ്ഞത്, പഠിക്കേണ്ടവനെ പഠിക്കാവൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വാക്കാണ് എൻ്റെ വാക്കെല്ലാം. ഇതൊന്നും സാർവലൗകികമല്ല. ഇതിനൊരു നിയമമുണ്ട്. ആ രഹസ്യം ഉപനിഷത്ത് അത് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുക. പല ഗുരുക്കന്മാർക്കും അനേകവിധങ്ങളായ മന്ത്രവിദ്യകളും തന്ത്രവിദ്യകളും ഒക്കെ വശമായിരിക്കും. അവരുടെ കയ്യിൽ ഒരുപാട് സൂത്രപ്പണികളുണ്ടാവും. അങ്ങനെയല്ലേ എന്ന് പറയേണ്ട നിങ്ങളുടെ ഭാഷയിൽ? കുറുക്കുവഴി അവരൊരുപാട് കാലമെടുത്ത് പഠിച്ചതാണ്. അതുകൊണ്ട് കുറുക്കുവഴി എന്നെങ്ങനെയാ പറയുക? നീണ്ട വഴിയാണ്. പക്ഷെ അവർ ചെയ്യുമ്പോൾ മാഷ് പറഞ്ഞ പോലെ കുറുക്കുവഴിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അവർ കാര്യം നടത്തിപ്പോവും. പക്ഷേ അനേകം ജന്മങ്ങൾ കൊണ്ട് നേടിയതാണ്. ആരും ഏത് തരം എങ്ങനെയുള്ളതായാലും പെട്ടെന്ന് ആ വിദ്യ നൽകുകയില്ല. നൽകണമെന്ന് അവരാഗ്രഹിച്ചാൽ നിങ്ങൾക്കതിന് വില തോന്നുകയില്ല. മനസ്സിലായി? ഒരാൾ വളരെ അനുഗ്രഹദാതാവായിരുന്ന് ഇതങ്ങ് തുറന്ന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. പക്ഷേ നിങ്ങൾ പറയും, ഇതൊന്നുമല്ല, ഇത്ര പെട്ടെന്ന് കിട്ടുമോ? അപ്പോഴും അയാൾ രക്ഷപ്പെട്ടു. ചില ആചാര്യന്മാർ അങ്ങനെയാണ് ഇത് രക്ഷപ്പെടുന്നത്. കാരണം വരുമ്പോഴേ തന്നെ ഇതാ പിടിച്ചോ, ഞാൻ ഒന്നും കയ്യിൽ വയ്ക്കുന്നില്ല. പക്ഷെ അവന് വിശ്വാസം വരികയില്ല. അവൻ പറയും, ഇത് നമ്മളെ കളിപ്പിക്കാൻ എന്തോ പണി ചെയ്തതാണ്. ഇതാണ് ഗതി. ചില വളരെ നല്ലവരായ ചില ആചാര്യന്മാർ അവരുടെ ഹൃദയത്തിനകത്തിരിക്കുന്നത് മുഴുവൻ ആര് ചെന്നാലും തുറന്നു കൊടുക്കും. അങ്ങനെ തുറന്നു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ശല്യം ഉണ്ടാക്കാതിരിക്കാനാണ്. പിന്നെ അവൻ പോയ വഴിയിലായിരിക്കും ബൈപ്പാസ് വെട്ടുന്നത്. അതിൻ്റെ കാരണം അവൻ പുറത്തിറങ്ങിയിട്ട് പറയും, ഇതേലൊന്നുമല്ല, ഇത്ര നിസ്സാരമായ കാര്യം കൊണ്ട് എവിടെ നടക്കാനാണ്? അത് നിസ്സാരമല്ല. അതറിയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മര്യാദയിൽ അതിൻ്റെ ബഹുമാനത്തിൽ ഉൾക്കൊള്ളാൻ പഠിക്കണം. കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ചു വിടുന്ന അച്ഛനമ്മമാർക്കാണ് ജീവിതത്തിൽ കുട്ടികളെ എല്ലാ അറിവും നേടി വരുന്നത്. അത് കാരണം വെച്ചാൽ ആരുടെ അടുക്കൽ ചെന്നാലും അതിൻ്റെ ആ ക്രക്സ് അതിങ്ങി പിടിച്ചിട്ട് പോരുക. പിന്നെ ബാക്കി സമയമൊക്കെ വേറെ പണി ചെയ്യാം. അത്തരം ആളുകളുണ്ട്. അപ്പോൾ ഏത് തരം ശിഷ്യനെന്ന് വിശ്വാസം വരില്ല. ശിഷ്യൻ സേവ ചെയ്തത് കൊണ്ടൊന്നും ഏത് തരമാണെന്ന് വിശ്വാസം വരില്ല. അതാണ് ബൃഹസ്പതിപുത്രനായ കചൻ സഞ്ജീവനി വിദ്യ പഠിക്കുന്നതിന് പ്രാപ്തമാക്കുന്നതിന് ശുക്രാചാര്യനെ സമീപിക്കുന്ന ഒരു ദൃഷ്ടാന്തമുണ്ട്. കേട്ടിട്ടുണ്ടാവും? കേട്ടിട്ടില്ല? കഥ പറഞ്ഞ് നേരം കളയാനില്ല. കചൻ ശുക്രാചാര്യൻ്റെ അടുക്കൽ ചെന്ന് ശുക്രൻ്റെ പുത്രിയെ സ്നേഹിക്കുകയും ആദ്യം തന്നെ ഏറ്റവും അവസാനം പലതരത്തിൽ കുഴപ്പം കാണിച്ച് അവസാനം കചനെ തന്നെ കലക്കി അരച്ച് കൊടുത്ത് ഗുരുവിനെ തന്നെ കുടിപ്പിക്കുകയും ചെയ്തു. ശുക്രാചാര്യനെ തന്നെ കുടിപ്പിച്ചു. ഇപ്പോൾ കചൻ ശുക്രാചാര്യൻ്റെ ഉള്ളിലാണ്. ശുക്രനെ കാണാതായി, കചനെ കാണാതായി ശുക്രൻ്റെ പുത്രി കിടന്ന് നിലവിളിക്കുന്ന സമയത്ത്, അതാണ് ആ രഹസ്യം പഠിക്കാൻ അവൻ ഉപയോഗിച്ച വിദ്യ. നിലവിളിക്കുന്ന സമയത്ത് കചനെ വിളിച്ചു വരുത്തുമ്പോൾ വയറ്റിൽ നിന്നാണ് ശബ്ദം കേട്ടത്. ഇവൻ പുറത്തേക്ക് വന്നാൽ എന്താ സംഭവിക്കുക? ശുക്രൻ ചത്തുപോകും. ശുക്രൻ ചത്തുപോയാൽ എന്താ പറ്റുക? പുനരുജ്ജീവിപ്പിക്കാൻ ഒരാൾ വേണം. അതുകൊണ്ടാണ് കചനെ ആ വിദ്യ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് കചൻ അത് പഠിച്ച് പുറത്തു വരുന്നത്. മനസ്സിലായില്ല? വിദ്യ പഠിക്കാൻ പോയാൽ അത്രയൊക്കെ പണി അറിഞ്ഞിട്ട് പോകണം. എന്നാൽ ശുക്രനെ രക്ഷിക്കാതെ ഇവൻ അസുര ഗുരുവാണ്, ഇതോടുകൂടി വിദ്യ ഞങ്ങൾക്ക് മതി എന്ന് വിചാരിച്ച് പോന്നിട്ടില്ല.
അതിലാണ് ആ ശിഷ്യൻ്റെ സമ്പത്തി ഇരിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. വിദ്യ ഞാൻ പഠിക്കുകയും ചെയ്തു, ഇങ്ങനെ പോയി കിട്ടുകയും ചെയ്തു, ഇനി അസുരന്മാർക്ക് രക്ഷയില്ല, അതുകൊണ്ട് ഞാനങ്ങ് പോയേക്കാമെന്ന് തിരിച്ച് പോവുകയല്ലേ ചെയ്ത്. അയാളെ ജീവിപ്പിച്ചിട്ടാണ് പോകുന്നത്. ആ ഉദരത്തിൽ പറഞ്ഞുകൊണ്ട് വേറൊരു കാര്യവും സാധിച്ചു, ദേവയാനിയെ സ്വീകരിക്കാതെ പോരാനും പറ്റി. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ അവിടെ കുടുങ്ങിപ്പോവും. ഇതിനാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശാന്തി മന്ത്രമൊക്കെ അനിവാര്യമായി വരുന്നത്. ഈ ഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ്, ഒരു അദൃഷ്ടം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഏറ്റവും സംശയമുള്ളതാണ്, കാരണം ഈ ചടങ്ങും ശാന്തി മന്ത്രവും ഒക്കെ വേണോ? നേരെ അങ്ങ് ഉപനിഷത്ത് അങ്ങ് പഠിച്ചാൽ പോരെ, വേഗത്തിൽ തീർത്താൽ പോരെ? പറഞ്ഞ മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ സാധകർ എന്ന നിലയിൽ വന്നതുകൊണ്ട് ഇത്രയും വിശദമായി പറഞ്ഞത്. ഇതാവശ്യം ഉണ്ടായിരുന്നോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതും വിശ്വാസം ഉള്ളതുമല്ലേ? അപ്പോൾ പിന്നെ ഇത് പറയണോ? കാരണം ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ചോദ്യം ചോദിക്കും, എന്തിനാ ഈ ശാന്തി മന്ത്രമൊക്കെ ചൊല്ലുന്നത്? ഉപനിഷത്ത് അങ്ങ് പഠിച്ചാൽ പോരെ? കപ്പ ഒഴുങ്ങി തിന്നുന്ന പോലെ അല്ല ഈ സാധനം. ഇതിന് കാരണം കർമ്മശാന്തി ഉണ്ടാവണം, അന്ധകരണം വിശുദ്ധമാവണം, എങ്കിലേ ഇത് പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് കർമ്മം പ്രാരബ്ധവശകമായും ചിലപ്പോൾ രാഗദ്വേഷവശമായും ഭവിക്കും. കർമ്മങ്ങളിൽ പ്രാരബ്ധങ്ങളുണ്ട്, അതനുഭവിക്കാതെ പറ്റില്ല. നല്ല ആളുകൾ, നല്ല കർമ്മം ചെയ്തവർ, പക്ഷെ ഫലം വിപരീതമായി വരിക. കൂടുതലും കുറേ ഈശ്വര വിശ്വാസമൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. അന്നേരമാണ് തീരെ സഹിക്കാൻ മേലാതെ വരുന്നത്. ആമൈ റൈറ്റ്? മര്യാദയൊക്കെ ആയി, പഴയ പണിയൊക്കെ നിർത്തി, ഇപ്പോൾ ഒരുമാതിരി നേരാൻ വണ്ണം നാമമൊക്കെ ജപിച്ചു തുടങ്ങി ഈശ്വരപരമായി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ആദ്യത്തെ അടി തലയ്ക്ക് കിട്ടുന്നത്. ചിലരതോടെ ഇത് ഉപേക്ഷിച്ച് പോകും, ഇത് മതി. ചിലർക്ക് ഇത് തുടങ്ങിപ്പോയോണ്ട് ഉപേക്ഷിക്കാനും വയ്യ. അപ്പോൾ അതിനാണ്, അപ്പോൾ കർമ്മത്തിൽ ഇങ്ങനെ പ്രാരബ്ധമുണ്ട്. പ്രകർഷേണ ആരംഭിച്ചു വിടാൻ പറ്റില്ല. ഇത് വിട്ടാലും വേറൊരിടത്ത് വരും. ചിലപ്പോൾ കർമ്മം രാഗദ്വേഷപരമായി വരും. ഒരാവശ്യമില്ല. നിങ്ങൾക്കൊരു പരിചയവും ഇല്ലാത്ത ഒരാളാണ് ടി വിയിൽ സംസാരിക്കുന്നത്, നിങ്ങൾക്കൊരു പരിചയമില്ലാത്തവനാണ് കളിക്കുന്നത്, നിങ്ങൾ ഇന്ന് വരെ അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പോയി ചോദിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ അവനോട്? അവൻ്റെ ഒരു കളി കണ്ടില്ലേ, കാലെ പിടിച്ചടിക്കാൻ തോന്നും. എന്തിനാ? ഇങ്ങനെയുണ്ടോ? ചിലരോട് ദ്വേഷം ഉണ്ടാവും, ചിലരോട് രാഗം ഉണ്ടാവും. നിങ്ങൾക്കും ഈ അബദ്ധം പറ്റും. നിങ്ങൾ ഈ ആചാര്യന്മാരുടെയൊക്കെ പ്രഭാഷണത്തിലൊക്കെ ആളുകളെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇയാളെ കണ്ടാലൊരു തൊഴി കൊടുക്കണമെന്ന് തോന്നുന്നയാൾ, ഇവനെ കേൾപ്പിക്കാൻ എന്നെ നീ വിളിച്ചുകൊണ്ട് വന്നത്, എനിക്ക് വേറെ പണിയുണ്ട്, അവിടെ കിടന്ന് തല്ലുണ്ടാക്കി പോകും. എന്താ കാര്യം? നിനക്ക് ദേഷ്യത്തിന് എന്താ കാര്യം? അയാളുടെ മോന്ത കണ്ടില്ലേ, അപ്പം തന്നെ സഹിക്കാൻ പറ്റില്ല എന്നാ പറയും. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. രാഷ്ട്രീയത്തിൽ, സമൂഹത്തിൽ ഒക്കെ പെരുമാറുമ്പോഴും ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ കർമ്മത്തിൽ ഇതുണ്ട്. ഈ ഉപസർഗങ്ങളെ വർജിക്കുന്നതിനും ശാന്തി മന്ത്രം വേണം. സഹനാവവതു, സഹനൗ ഭുനക്കുതു തുടങ്ങിയ ശാന്തി ഇത്യാദികളിൽ സ്പഷ്ടരൂപത്തിൽ ഗുരുശിഷ്യ പാരസ്പര്യമുണ്ടാവുന്ന വിക്ഷേപാദികളെയും സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ശാന്തിക്ക് ശാന്തി മന്ത്രം പ്രധാനമാണ്. അതിൽ മാ വിദ്വിഷാവഹി, ഒരിക്കലും വിദ്വേഷം ഉണ്ടാകരുത് എന്നത് അതിൻ്റെ സൂചനയാണ്. ഏതാണ്ട് ശാന്തി മന്ത്രത്തെ പറ്റി കുറച്ച് മനസ്സിലായി. ഇനി ഒരുപാടുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ തന്നെ ആചാര്യന്മാർ ഒട്ടേറെ പറഞ്ഞിട്ടുണ്ട്. ഇനി ശാന്തി പാഠം തുടങ്ങാം. ശാന്തി പാഠം തുടങ്ങാം. ശാന്തി പാഠമെങ്കിലും തീർന്നു കിട്ടിയാൽ കാര്യമാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഇനി നമുക്ക് ഒന്നിച്ചു ചൊല്ലാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഓം ചേരുമ്പോഴേ മന്ത്രമാവുള്ളൂ. അധശബ്ദം, ഓംകാരം ഇവയൊക്കെ മംഗളവാചികളാണ്. ഏത് കർമ്മം ചെയ്യുന്നതിന് മുമ്പും ഓം തത് സത് എന്ന് ചൊല്ലിയിട്ട് ചെയ്താൽ അതിൽ ഈശ്വര അനുഗ്രഹമുണ്ടാവും. കർമ്മത്തെ പൂർണ്ണമാക്കുന്നത് ഭഗവത്ഗീത ഇത് പ്രത്യേകം പറയുന്നുണ്ട്. ഓം തത് സത് ഇതി. ഓം തത് സത് എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുക. ജീവിതത്തിൽ ഒന്നും എനിക്കായി എൻ്റേതായി ചെയ്യാതിരിക്കുക. അപ്പോൾ തന്നെ ശാന്തി ഉണ്ടാവും. ഓം പ്രണവമാണ്. എല്ലാ മന്ത്രത്തിനു മുമ്പിലും പ്രണവം ചേരുമ്പോഴാണ് അത് പൂർണ്ണമാവുന്നത്. അധഃ പൂർണ്ണം, അത് പൂർണ്ണം. അത് എന്ന് പറയുന്നത് തത് തത് പദലക്ഷ്യാർത്ഥമായിട്ടുള്ളത് പരമ്പൊരുളാണ്, പരമാത്മാവാണ്. പരമാത്മാവ് പൂർണ്ണമാകുന്നു എന്നർത്ഥം. ഇതം പൂർണ്ണം. ഈ ജഗത്ത്, ഇതം ജഗത്ത്, ഇതെന്ത് എന്ന് ഒരു ജിജ്ഞാസയും ഇത് ഇന്നതാണ് എന്നൊരറിവും അറിയുന്നവനിലുണ്ടാകുന്നത് കൊണ്ട് അറിയുന്നതായിത്തീരുന്ന എല്ലാ അറിവും ജഗത്താണ്, ചലിക്കുന്നതാണ്, മാറ്റമുള്ളതാണ്. ജഗത്തിൻ്റെ സ്വഭാവമാണ് മാറ്റം. ആ മാറ്റമുള്ള ജഗത്ത് പൂർണ്ണമാകുന്നു. അപ്പോൾ അധഃ പൂർണ്ണം, ഇതം പൂർണ്ണം, പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം ഉദ്ഗതമായി പ്രാദുർഭവിച്ചു. എങ്ങനെയായി ജഗത്തുണ്ടായത്? എനിക്ക് പലതാകണം എന്ന് പരമാത്മാവ് ഇച്ഛിച്ചത് കൊണ്ടുണ്ടായതാണ്. അനേകമാകാൻ ഇച്ഛിക്കുക, ഏകമായ ഒന്ന് പലതായിത്തീരാൻ ഇച്ഛിച്ചിട്ട് തദേവ സൃഷ്ടുവ തത് സൃഷ്ടുവ തദേവ അനുപ്രാവിശത്. ജഗത്തിനെ സൃഷ്ടിച്ച് ഈശ്വരൻ സർവവ്യാപിയാകൊണ്ട് അതിൽ പ്രവേശിച്ചു എന്നാണ് പ്രാചീന പഠനങ്ങളെല്ലാം പറയുന്നത്. പുരാണങ്ങൾ മുഴുവൻ ഇത് തന്നെയാണ് പറയുന്നത്. ബൈബിളും ഖുറാനും ഒക്കെ ഇത് തന്നെയാണ്. ഒന്നിലും വ്യത്യാസമില്ല. നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് വ്യാഖ്യാനത്തിൽ ചേർത്ത് വെച്ച് ഒന്ന് മറ്റതിനെ കേമമാണെന്നൊക്കെ പറഞ്ഞ് വഴക്കടിക്കുന്നത് മുഴുവൻ. ആദ്യമായി ഉണ്ടായിട്ടുള്ള ഗ്രന്ഥങ്ങളെല്ലാം നിങ്ങൾ പരിശോധിച്ചാൽ ഈശ്വരൻ ഈക്ഷിക്കുകയും അതുകൊണ്ടാണ് ഈശ്വരനാകുന്നത്, അതിൽ പ്രവേശിക്കുകയും ചെയ്യും. തത് സൃഷ്ടുവ തദേവ അനുപ്രാവിശത്. അതിനെ സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചു. അതുകൊണ്ട് എല്ലാത്തിലും ഈശ്വരനുണ്ട്. ഈശ്വരൻ്റെ മഹിമ ഐശ്വര്യമാണ് ഈ ജഗത്ത്. അതാണ് ശാന്തി മന്ത്രത്തിൽ പൂർണ്ണാത്, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമേ ഉണ്ടാവും.
പൂർണ്ണം ഉദച്യത്തെ. പൂർണ്ണമായ പരമാത്മാവിൽ നിന്ന് പൂർണ്ണമായ ജഗത്ത് ഉദ്ഗതമായി. അതിൽ പിന്നെ കുഴപ്പമുണ്ടാക്കുന്നതോ ജീവസൃഷ്ടികളാണ് കുഴപ്പമുണ്ടാക്കുന്നത്. എനിക്കിങ്ങനെ അല്ലായിരുന്നു ഇത് വേണ്ടതെന്ന് തോന്നുക, വേറൊരുത്തൻ അങ്ങനെയല്ല വേണ്ടതെന്ന് തോന്നുക. ഇങ്ങനെ ജീവസൃഷ്ടിയിലാണ് ഈ വഴക്കെല്ലാം. ഈശ്വര സൃഷ്ടിയിൽ വഴക്കില്ല. അപ്പോൾ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം ആവിർഭവിച്ചു. പൂർണ്ണസ്യ പൂർണ്ണമാദായ, പൂർണ്ണത്തിൽ നിന്ന് ഈ പൂർണ്ണമങ്ങ് മാറ്റിയാൽ അവിടെയാണ് മോക്ഷത്തിൻ്റെ വഴി. പൂർണ്ണമായ പരമാത്മാവിൽ നിന്ന് ഉണ്ടായ ജഗത്ത് പൂർണ്ണമായിരിക്കെ അതിൽ നിന്ന് ജഗത്തിനെ എടുത്തു മാറ്റിയാൽ ബ്രഹ്മം, ആത്മാവ് പൂർണ്ണം തന്നെയാണ്. അതുകൊണ്ട് ജഗത്ബോധം പോയാൽ പൂർണ്ണമായ ഈശ്വരബോധത്തിലായി. ഇതാണ് ശാന്തി മന്ത്രത്തിൽ പ്രധാനം. അത് അവശേഷിക്കുന്നത് പൂർണ്ണമാണ്. അതുകൊണ്ട് ത്രിവിധ പാപങ്ങളിൽ നിന്ന് എനിക്ക് ശാന്തി ഉണ്ടാകട്ടെ. ആദിഭൗതികങ്ങളും ആദിദൈവികങ്ങളും ആധ്യാത്മികങ്ങളുമായ ദുഃഖങ്ങളിൽ നിന്ന് എനിക്ക് ശാന്തി ഉണ്ടാവണം. ത്രിവിധ താപങ്ങളാണവ. പൂർണ്ണമത, അധഃ എന്നതിൽ വിപ്രകൃഷ്ടം, പരോക്ഷം എന്നർത്ഥം. നമ്മെ സംബന്ധിച്ചിടത്തോളം വിപ്രകൃഷ്ടമായില്ലെങ്കിലും ഏതൊന്ന് വിപ്രകൃഷ്ടമായിട്ടുണ്ടോ, പരോക്ഷമായില്ലെങ്കിലും എന്ത് പരോക്ഷമായോ ആ പരമാത്മാവ് പൂർണ്ണം. യസ്മാത് പരം നാപരമസ്തി കിഞ്ചിത് യസ്മാൻ ആണീയോ നജ്യായോ വാസ്തി കശ്ചിത് വൃക്ഷ ഇവ സ്തപ്തോ ദിവി തിഷ്ഠത്യേകോ ഏനേദം പൂർണ്ണപുരുഷേണ സർവം. ഈ പരമാത്മാവ് എപ്രകാരം പൂർണ്ണമാണ്? ഈ ജഗത്ത് പരമാത്മാവിൽ നിറഞ്ഞിരിക്കുന്നു. സ്വയം പൂർണ്ണമായത് രണ്ടാമത്തതിലും പൂർണ്ണമാവും. അപ്പോൾ പൂർണ്ണമാക്കും രണ്ടാമത്തതിനെയും. എങ്ങനെ അത് പൂർണ്ണം? എങ്ങനെ മറ്റൊന്നിനെ പൂർണ്ണമാക്കും? ഒരു കലത്തിനകത്ത് ജലം നിറച്ചാൽ ഘടം ജലം കൊണ്ട് പൂർണ്ണമാവും. അതുപോലെ പൂർണ്ണമാണോ? യോമാം പശ്യതി സർവത്ര സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി. എല്ലാത്തിലും ആത്മാവ്, ആത്മാവിൽ എല്ലാം. എന്നാൽ ഘടത്തിൽ വെള്ളമുണ്ട്, വെള്ളത്തിൽ ഘടമില്ല, അവിടെ ചേരില്ല. അതുമാവാം. വെള്ളത്തിൽ ഘടം മുക്കിയിടുക. മനസ്സിലായി? ഒരു കലത്തിനകത്ത് നിറച്ച് വെള്ളം ഉണ്ടാക്കിയിട്ടത് വെള്ളത്തിൽ മുക്കിയിടുക. അപ്പോൾ ഘടം വെള്ളത്തിലും ഘടത്തിൽ വെള്ളവും ഇതുപോലെയാണ് എന്നാ പറയുന്നത്. അപ്പോൾ ഘടം വെള്ളത്തിലും ഘടത്തിൽ വെള്ളവും. എന്നാൽ ഇതുകൊണ്ട് വെള്ളത്താൽ ഘടം പൂർണ്ണമാവില്ല. ഘടം പച്ചയായാൽ വെള്ളത്തിൽ ഘടം തന്നെ ഇല്ലാതാകും, ലയിക്കും. അതുകൊണ്ട് ഇപ്രകാരം പറയാം, മൃണ്മയാംശത്തിൽ എന്ത് നിറഞ്ഞിരിക്കുന്നു അത് പൂർണ്ണമാണ്. അതായത് ഘടം ആകാശത്താൽ പൂർണ്ണമാണ്. ആകാശം അവകാശപ്രദമാണ്. ഘടത്തിൽ എന്ത് മൃദ്ഭാഗമുണ്ടോ അതും ചെറിയ ചെറിയ അവകാശമാണ്. ആ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഘടന അതും ചെറിയ ചെറിയ ആകാശമാണ്. ഘടത്തിൻ്റെ അകത്ത് തീയിട്ടാൽ ചൂട് പുറത്തുണ്ടാവും. കാരണം ഘടം സച്ഛിദ്രമാണ്. ചെറിയ ഛിദ്രങ്ങളുണ്ട്, നമുക്ക് കാണാനാവാത്ത. ചൂട് ഇപ്പുറത്തേക്ക് വരുന്ന, എന്നാൽ അതേസമയം വെള്ളം പോകാത്ത. റൈറ്റ്? അങ്ങനെയുള്ള ഛിദ്രങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ ഒരു
പൂഞ്ചികയും മറ്റൊരു പൂഞ്ചികയും തമ്മിൽ ഇടയിൽ ഛിദ്രം, അങ്ങനെയാണ് അതിന് പറയാവുന്നത്. എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയില്ല. പൂഞ്ചിക എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ. ഒരു മോളിക്യൂളും വേറൊരു മോളിക്യൂളിനും ഇടയിൽ അത് ഒരാകർഷണം കൊണ്ട് ഒന്നായി ചേർന്നിരിക്കുമ്പോഴും ചെറിയ ഛിദ്രമുണ്ട്. അപ്പോൾ ആ ഛിദ്രത്തിലൂടെയാണ് ഇത് പുറത്തേക്ക് വരുന്നത്. എന്നാൽ പൂഞ്ചികയിൽ ഛിദ്രമില്ല, അത് നിരവയവമാണ്. അതുകൊണ്ട് ഇത്രയും പറയാം, ഘടം വലിയൊരളവിൽ ആകാശത്താൽ ഭരിതമാണ്, മുഴുവനല്ല. അപ്പോൾ പൂർണ്ണഘടം എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു? ഒരേ ഒരു ഉത്തരം, മൃത്തിക കൊണ്ട്, മണ്ണുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഘടപരമാണുവിൽ മണ്ണ് താതാത്മ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ജഗത്ത് എന്തുകൊണ്ട് ഭരിതമാണ്? ജഗത്ത് ആസകലം പരമാണുക്കളാൽ ഭരിതമാണ്. ഘടം ഒരു ഉദാഹരണം എടുത്ത് കാണിച്ചിട്ട് അതുപോലെയാണ് എല്ലാം എന്ന് പറയുകയാണ്. ഏത് വസ്തു എടുത്ത് വിഭജിച്ചാലും നിങ്ങൾ പരമാണുവിലെത്തും. അതുകൊണ്ട് പരമാണുക്കളാൽ ഭരിതമാണ്. ഏന പരമാണു പുഞ്ചേനേദം പൂർണ്ണം, അങ്ങനെയാണ് ശ്രുതി അതിന് പറയുന്നത്. ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇന്ന് ആധുനിക ശാസ്ത്രത്തെ ഉദ്ധരിച്ച് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങളെല്ലാം നിങ്ങൾ പഠിച്ച കെമിസ്ട്രിയിലേക്കും ഫിസിക്സിലേക്കും ഒക്കെ പോകും. മനസ്സിലായില്ല? എന്നിട്ട് അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കോട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കും. അല്ല, അതിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം അതിൻ്റെ പുറകെ ഒന്നും പോകേണ്ടത് തെളിയിക്കാൻ വളരെ കൃത്യമായിട്ടാണ് ശ്രുതി പറഞ്ഞിരിക്കുന്നത്. ഏന പരമാണു പുഞ്ചേനേദം പൂർണ്ണം. അതുകൊണ്ട് ശ്രുതിയിൽ പറയുന്നു ഏകഃ ദിവിതിഷ്ഠത്യേകഃ. പരമാണു ഒന്നല്ല, അനന്തം. അപ്പോൾ ആ അനന്തം ആയ ആ ഒന്ന് എവിടെ അന്വേഷിക്കണം? എന്തിൽ അന്വേഷിക്കണം? എന്തിലാണ് ആ ഒന്ന്? അന്വേഷിക്കുന്നതിനുള്ള രീതിയും ശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ട്. കാര്യത്തിൽ കാരണമിരിക്കുന്നു എന്നത് നിശ്ചിതമാണ്. ഘടത്തിൽ മണ്ണ് കാരണമാണ്, അത് നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കാരണപരമ്പരയെ തന്നെ അന്വേഷിക്കണം. അന്യത്ര അന്വേഷിക്കുന്നത് വ്യർത്ഥമാണ്. ഒന്നിൻ്റെ കാരണം അതിൻ്റെ തലത്തിൽ തന്നെ അന്വേഷിക്കണം. അന്നേന സൗമ്യ ശുങ്കേ നാവോ മൂലമന്വിച്ച. പൃഥ്വി അന്നരൂപമാണ്. കയ്യിലുള്ള മൊബൈലൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. വളരെ അത്യാവശ്യമുള്ള ആളുകളാണെങ്കിൽ മെല്ലെ മൊബൈൽ വെളിയിൽ വെച്ച് വെളിയിലൊരു സൈഡിലിരിക്കുക. അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, ശബ്ദമില്ലാതെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എടുത്ത്. കാരണം പല കൃത്യനിഷ്ഠയ്ക്കിടയിൽ ഇതും കേൾക്കണം എന്ന് തോന്നിപ്പോയാൽ അത് വലിയ തെറ്റൊന്നുമല്ല. പക്ഷെ അത് അന്യർക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാൻ. കാരണം അടുത്തിരുന്ന് ശബ്ദം ഉണ്ടാകുമ്പോൾ അടുത്തയാൾ ചോദിക്കും, എന്താ, ആരാ വിളിച്ചേ, മനസ്സിലായില്ല. ഇല്ലെങ്കിൽ അയാൾ സങ്കല്പിക്കും, ഞാൻ മൊബൈൽ എടുത്തില്ലല്ലോ, ഇപ്പം എന്നെ വിളിക്കും, വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ പുറത്ത് ഇരുന്നിട്ട് മൊബൈൽ വൈബ്രേഷനിലിട്ടിട്ട് അവിടെ ഇരിക്കുക. ഇടയ്ക്ക് മൊബൈൽ നോക്കുക, ഇടയ്ക്ക് ഇതും കേൾക്കുക. അപ്പോൾ ഒരു പ്രത്യേക സാധന ഉണ്ടാവും. അല്ലേ? ശരിയല്ലേ? അപ്പോൾ അന്നേന സൗമ്യ ശുങ്കേനാവോ മൂലമന്വിച്ച. ഈ പൃഥ്വി അന്നരൂപമാണ്. എന്തുകൊണ്ടെന്നാൽ പൃഥ്വിയിൽ ഔഷധികളും വനസ്പതികളും ഉണ്ടാകും, അന്നമുണ്ടാകും. അന്നം പൃഥ്വിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അന്നത്തിൽ അതിൻ്റെ മൂലകാരണം അന്വേഷിച്ചാൽ പൃഥ്വിയാണെന്ന് ബോധ്യമാവും. അങ്ങനെ അന്വേഷിക്കുമ്പോഴേ പൃഥ്വിക്ക് ജീവനുണ്ട് എന്ന് ബോധ്യമാവും. മൂലം അന്വേഷിക്കാത്തവന് ബോധ്യമാവില്ല പൃഥ്വിക്ക് ജീവനുണ്ടെന്ന്.
ജീവൻ പൃഥ്വിയിൽ അന്നത്തിൽ നിന്നുണ്ടാവുകയും അന്നത്തിൽ നിന്ന് പുരുഷനുണ്ടാവും, അന്നത്തിൽ നിന്ന് രേതസ്സുണ്ടാവുകയും രേതസ്സിൽ നിന്ന് പുരുഷനുണ്ടാവുകയും ആ പുരുഷനിൽ നിന്ന് ജീവൻ വിടുമ്പോൾ തിരിച്ച് ഭൂമിയിലെത്തുകയും ചെയ്യുന്നു. ഇതതിൻ്റെ ചക്രം. അപ്പോൾ അതുകൊണ്ട് പൃഥിവ്യാ ഓഷധയഃ ഓഷധേഭ്യോ അന്നം എന്നിങ്ങനെ ശ്രുതിയിൽ പറയുന്നു. ആ അന്നരൂപി പൃഥ്വി ശുംഗമാണ്, കാര്യമാണ്. അതിൻ്റെ കാരണം അന്വേഷിക്കണം. അന്നരൂപി ശുംഗത്തിൻ്റെ പൃഥ്വീരൂപി കാരണത്തിൻ്റെ കാരണം ജലമാകുന്നു. ശ്രുതിയിൽ അഭ്യ പൃഥ്വി എന്ന് മുമ്പോട്ട് പറയും. തസ്മാദ്യത്ര ക്വച കർഷതി തദേവ ഭൂയിഷ്ടമന്നം ഭവതി. എവിടെ ധാരാളം മഴയുണ്ടോ, പർജന്യനുണ്ടോ, അവിടെ അന്നം പര്യാപ്തമായി ഉണ്ടാവും. എല്ലാ അന്നവും, നെല്ലും പയറും ഒക്കെ. പർജന്യനില്ലെങ്കിൽ അന്നം കുറയും. അപ്പോൾ വെള്ളം കൊണ്ട് അന്നമുണ്ടാകും. അന്നമെല്ലാം വളർന്നിട്ടും എന്തുകൊണ്ട് മണ്ണ് കുറയുന്നില്ല? അത് വെള്ളം കൊണ്ട് വളരുന്നു. അതിലെ വെള്ളമാ വളർച്ചയ്ക്ക് കാരണം. സ്വാത്വൗ സാഗരശുക്തി സമ്പുടഗതം സന്മൗക്തികം ജായതേ എന്ന് പ്രസിദ്ധമാണ്. സ്വാതി നക്ഷത്രത്തിൽ എപ്പോൾ മഴ വീഴുന്നുവോ അത് മുത്തിൽ ചൊറിച്ചിലുണ്ടാക്കുകയും മണികളുണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ അഭ്യ പൃഥ്വി എന്നത് പരമാർത്ഥം കൊണ്ട് പൃഥ്വി ജലത്താൽ പൂർണ്ണം. വീണ്ടും ജലത്തിൽ നിന്ന് കാരണം അന്വേഷിക്കുക, അതിൻ്റെ മൂലം അന്വേഷിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നു അഭി സൗമ്യ ശുങ്കേന തേജോ മൂലമന്വിച്ച. ഉപനിഷത്ത് തന്നെയാണ് ശാന്തോക്യം. ജലത്തിൻ്റെ മൂലം എന്ത്? തേജസ്. അഗ്നിയിൽ നിന്ന് ജലമുണ്ടാകും. അത്ര സമ്മതാവൂല. അതുകൊണ്ടാണ് ചൂടെടുക്കുമ്പോൾ വിയർക്കുന്നത്. അതിൻ്റെ ദേവതകൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആഗ്നേയമായ ഹൈഡ്രജനും അതിനെ ജ്വലിപ്പിക്കുന്ന ഓക്സിജനും 2:1 അല്ല 2:1 അല്ലേ H2O അല്ലേ രീതിയിൽ യോജിച്ചാൽ എന്തുണ്ടാവും? ഉണ്ടാക്കാനറിയോ? ഇല്ല. ശാസ്ത്രത്തിന് എളുപ്പമല്ല. ഇവിടുന്ന് അങ്ങോട്ട് പോകാനേ ശാസ്ത്രത്തിന് എളുപ്പമുള്ളൂ. ജലം വിഘടിപ്പിച്ചാൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവും. രണ്ട് യോജിപ്പിക്കുന്ന പണി ശാസ്ത്രത്തിന് അത്ര എളുപ്പമൊന്നുമല്ല. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ല? പിടികിട്ടിയില്ല? വിഘടിപ്പിക്കുമ്പോൾ കിട്ടും. വിഘടിപ്പിക്കുന്നതോ ശുദ്ധജലത്തെ അല്ല, ശുദ്ധജലത്തെ അല്ല. ഹോപ്പ്മാൻ്റെ വോൾട്ടാമീറ്ററിലൊക്കെ നിങ്ങൾ വെള്ളം വിഘടിപ്പിക്കുന്നത് വെള്ളത്തിന് അശുദ്ധി ഉണ്ടാക്കി വൈദ്യുതി കടത്തി വിട്ടിട്ടാണ്. അതുകൊണ്ട് അശുദ്ധിയുടെ ഫലമാണോ? പിടികിട്ടില്ല. ഇതൊക്കെ പഠിക്കുന്ന കാലത്ത് ചോദിക്കില്ലേ? ചോദിച്ചാൽ 15 ദിവസം വെളിയിൽ നിന്ന് പഠിക്കേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഗതികേട്. ഇപ്പം ജലത്തിൻ്റെ മൂലമെന്ത്? തേജസ്. അഗ്നിയിൽ നിന്ന് ജലമുണ്ടാകും. അപ്പം ഈ ക്രമത്തിൽ വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് പൃഥ്വി. അപ്പോൾ അഗ്നിയുടെ മൂലം വായു. എന്നാൽ ചാന്തോക്യ ഉപനിഷത്തിൽ അഗ്നിയും വായുവും ഒക്കെ ഒരുമിച്ചാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പരമ്പര മുഴുവൻ പറയാതെ ത്രിവൃത്കരണമാണ് പറഞ്ഞിരിക്കുന്നത്. തേജസാ സൗമ്യ ശുങ്കേന സന്മൂലമന്വിച്ച. തേജസ് കാര്യമാണ്. അതിൻ്റെ സന്മൂലം അന്വേഷിക്കുക, അനുഭവിക്കുക. ഇത് കഴിഞ്ഞു ശ്രുതി പരമ്പരകളെ വിട്ടു പറഞ്ഞു.
സന്മൂല സൗമ്യേ മാ പ്രജാ സദായതനാഃ സത്പ്രതിഷ്ഠാഃ. അല്ലയോ സൗമ്യ, എത്രത്തോളം പ്രജായമാന ഉൽപ്പദ്യമാനമായ കാര്യപ്രപഞ്ചങ്ങളുണ്ടോ അത് സന്മൂലമാണ്. സത്താണ് അതിന് കാരണം. കാരണം കൊണ്ട് കാര്യം, അതുകൊണ്ടാണ് പൂർണ്ണമാവുന്നത്. കാരണമാവട്ടെ സത്താണ്. അതുകൊണ്ട് ഈ സംസാരമാകെ സത്തിനാൽ പൂർണ്ണമാണ്. അവിടെയാണ് അത് പൂർണ്ണം എന്ന് പറയുന്നത്. അതേകമാകയാൽ നിരവയവമാണ്, അവയവങ്ങളില്ല. എന്തു സ്വയം പൂർണ്ണമാണോ അത് മറ്റുള്ളതിനെ പൂർണ്ണമാക്കുന്നു. അതെങ്ങനെ പൂർണ്ണം, എപ്രകാരം നിരവയവം, അത് പ്രകടമാക്കുന്നതിന് ദ്വിതീയ പാദം യസ്മാൻ ആണീയോ ന ജ്യായോ അസ്തി കശ്ചിത്. അവയവമുള്ളത് അതിൽ നിന്ന് ചെറുതാണ്, നിരവയവം എല്ലാത്തിലും സൂക്ഷ്മമാണ്. വൃക്ഷ ഇവ സ്തപ്തം. ഫാനും മറ്റും കറങ്ങുന്ന പോലെ അത് കറങ്ങുന്നില്ല, അതിൻ്റെ മധ്യബിന്ദു പോലെ സ്തപ്തമാണ്. അൺമൂവ്ഡ് മൂവർ, മറ്റുള്ളതിനെ കറക്കുന്നു, സ്വയം കറങ്ങാതിരിക്കുന്നു. കറങ്ങുന്നതിൽ കറങ്ങാതിരിക്കുക, അവസ്ഥാത്രയ സാക്ഷിയായിരിക്കുക, അതിനെ കടന്ന് മറ്റൊന്നില്ലാത്തത്. ന ജ്യായോസ്തി കശ്ചന, അതിനപ്പുറത്ത് വേറൊന്നില്ല. പരമമഹാൻ, നിരവയവവും സ്ഥിതവും. അതിനാൽ ജഗത്ത് പൂർണ്ണം. അതിനെയും പൂർണ്ണമാക്കുന്ന എന്തെങ്കിലും മഹാപൂർണമില്ല. യസ്മാത് പരം ന അപരമസ്തി കിഞ്ചിത്. അത് പൂർണ്ണ സർവകാരണ സത്ത് ആകുന്നു. അത് പൂർണ്ണമത എന്നതിൻ്റെ പ്രഥമ അർത്ഥം. അനേക വിധത്തിൽ ഈ അർത്ഥം കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കണ്ടുപിടിക്കാൻ പാകത്തിനൊരു 10-20 എണ്ണമെങ്കിലും തരാം. അതിൽ നിന്ന് ഏതിനോടാണ് നിങ്ങളുടെ മനസ്സ് യോജിക്കുന്നത് സ്വീകരിക്കാം. ജഗത്ത് പൂർണ്ണം, അത് സ്വയം തന്നെ പൂർണ്ണം, അത് സത്താണ്. പൂർണ്ണത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥം തൃപ്തി എന്നാണ്. ആദ്യത്തെ അർത്ഥമായി ഇപ്പോൾ പറഞ്ഞു. പൂർണ്ണമാവുക എന്ന് പറഞ്ഞാൽ തൃപ്തമാവുക എന്നാണ് അർത്ഥം. തൃപ്തമാകാത്തത് കൊണ്ടാണ് നമ്മൾ അപൂർണരായിത്തീരുന്നത്. ചില ആളുകൾ പെട്ടെന്ന് തൃപ്തരാകും. അവരിൽ നിന്ന് അറിയാതെയാണ് വരുന്ന മതിയെന്ന്. ചില ആളുകൾക്ക് തൃപ്തി ഉണ്ടാവില്ല. തൃപ്തി ഉണ്ടാകാത്തവനാലാണ് ജഗത്ത് ദുഃഖപൂർണമാകുന്നത്. ചിലർക്ക് വളരെ കുറച്ച് മതിയാവും തൃപ്തി വരാൻ. മതി മതി, അത്തരക്കാരെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് മതി, ഇന്നത് വേണമെന്നില്ല. വിളിച്ചു ഒരു പഞ്ചായത്ത് മെമ്പറുടെ സ്ഥാനം കൊടുത്താൽ തന്നെ വളരെ അധികമായി പോയവരുണ്ട്. ചിലർക്ക് അങ്ങനെയല്ല, ചിലർക്ക് കിട്ടിയാൽ മതിയാവില്ല. അവർക്ക് ആഭ്യന്തരം വേണം, ഇല്ലേ? ഇങ്ങനെയൊക്കെ അതൃപ്തിയുണ്ട്. അതൃപ്തി വന്നു കഴിഞ്ഞാൽ അവരൊരുപാട് പണി ചെയ്യും. വീട്ടിലൊക്കെ കാണാം, അടുത്തിരിക്കുന്നവൻ്റെ പാത്രത്തിൽ നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന പിള്ളേരുണ്ട്. അവന് കൊടുത്തത് തന്നെ വേണം. എന്നാൽ തൃപ്തനാണ് അപ്പുറത്തിരിക്കുന്നവനെങ്കിൽ അവനൊരു കാര്യം ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചു കൊടുക്കും. ഇത് നീ കഴിച്ചു, എനിക്കത് തന്നു, കുഴപ്പമില്ല. അപ്പോഴിവൻ അതിനും സമ്മതിക്കില്ല, അതും ഇതും കൂടെ വേണം. ചില കുട്ടികളുണ്ട്, അവർക്കറിയാം അവർ ചോദിച്ചാൽ കൊടുക്കുമെന്നറിയാം. മറ്റേത് അമ്മ കൊടുക്കില്ല, മറ്റവനൊരു ആർത്തിപ്പണ്ടാരോ. അമ്മയ്ക്കും ഉണ്ട് അശാന്തി ഉണ്ടാക്കണം. ഇവനങ്ങ് കൊടുത്ത് നേരത്തെ എല്ലാം കഴിപ്പിച്ച് തൃപ്തമാക്കി വയറെ അടച്ച് വീർത്ത് ഇവനെ ഒരു മൂലയ്ക്കങ്ങ് ഇരുത്തിയാൽ പിന്നെ ശല്യമില്ല. പക്ഷേ ഇവനെ എല്ലാവരുടെയും കൂടെ കൊണ്ടിരുത്തും. ഇവൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. അപ്പോൾ മറ്റവൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കും, ഒരല്പം കൂട്ടാനൂടെ വേണം. അമ്മ ഇത് നല്ലപോലെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അവനത് ചോറിനകത്ത് മാന്തിയിട്ട് മൂടിയിട്ട് അമ്മയോട് രണ്ടാമതും ചോദിക്കും. അപ്പോഴും കൊടുക്കും.
കൊടുത്തു കഴിയുമ്പോൾ അമ്മ അങ്ങോട്ട് തിരിയുന്ന സമയത്ത് ഇത് മുഴുവൻ വാരി മറ്റവന് കൊടുക്കും. കാരണം ഇങ്ങനെയുള്ള പിള്ളേരുള്ള വീടുകളിൽ വലിയ ബഹളം നടക്കില്ല. കാരണം അവൻ മറ്റവനെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടേ പോകും. മനസ്സിലായില്ല? അതിന് തൃപ്തി എന്നാണ് പറയുക. കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഇത്തരം ആളുകളെ. കണ്ടിട്ടുണ്ടോ? ഇല്ല. അപൂർവം ചിലരങ്ങനെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഇതെല്ലാം സമ്പാദിക്കുക. ആയില്ല, 2 മിനിറ്റ് കൂടെ ഉള്ളതുകൊണ്ട് ടൈം ഇതല്ലേ ടൈം. സുരേഷ് ഒന്ന് വിളിച്ചു. ഈ ടൈം നിർത്തിയപ്പോൾ 2 മിനിറ്റ് ഉള്ളൂ. അതുകൊണ്ട് കറക്റ്റ് നോക്കിയാൽ ഞാൻ ചെയ്യും. അപ്പോൾ ആ പൂർണ്ണത എന്ന് പറയുന്നത് തൃപ്തിയാണ്. ചിലർ പെട്ടെന്ന് തൃപ്തരാകും. തൃപ്തി എന്നൊരർത്ഥം പൂർണ്ണത്തിനുണ്ട്. തൃപ്തി എന്നർത്ഥം എടുത്ത് പൂർണ്ണത്തെ എങ്ങനെ വ്യാഖ്യാനിക്കാം അടുത്ത ക്ലാസ്സിൽ.